ആരോഗ്യ കേരളം വെന്റിലേറ്ററിൽ. കൊല്ലം പന്മന സ്വദേശി വേണുവിന്റെ മരണത്തിന് കാരണം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അനാസ്ഥ. വേണുവിന് ആവശ്യമായ ചികിത്സ നൽകിയില്ലെന്ന് കുടുംബം. സിസ്റ്റം തകർത്ത ആരോഗ്യമന്ത്രിക്കും സർക്കാരിനും മരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാകില്ലെന്ന പ്രതിപക്ഷ നേതാവ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അനാസ്ഥയിലാണ് രോഗിക്ക് ജീവൻ നഷ്ടമായതെന്നാണ് പരാതി. കൊല്ലം പന്മന സ്വദേശി വേണുവിന് അടിയന്തര ആൻജിയോഗ്രാമിന് നിർദ്ദേശിച്ചിട്ടും 6 ദിവസമായിട്ടും പരിശോധന നടത്തിയില്ല. താൻ മരിച്ചാൽ അതിന് കാരണം ആശുപത്രിയുടെ അനാസ്ഥതയാണെന്ന് വേണു പറയുന്ന ശബ്ദ സന്ദേശവും പുറത്തു വന്നു. നായയെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും മെഡിക്കൽ കോളേജിൽ രോഗികളെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് വേണു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. ജീവനെടുക്കുന്ന സിസ്റ്റം എന്ന വിഷയമാണ് ഇന്ന് ഡിബേറ്റ് 360 പരിശോധിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ എന്നോടൊപ്പം UDF പ്രതിനിധിയും മുൻ മന്ത്രിയുമായ ബാബു ദിവാകരൻ, LDF പ്രതിനിധി സബീർ തുളിക്കുഴി, ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ പ്രണവ് എന്നിവരാണ് അതിഥികൾ. ആദ്യം വേണു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം കേൾക്കാം. എനിക്ക് എന്തെങ്കിലും എൻ്റെ ജീവന് എന്തെങ്കിലും അപായം സംഭവിച്ചാൽ എൻ്റെ ഈ ജീവൻ വെച്ച് വെറും നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഞാൻ അത് വെളിവാകത്തക്ക രീതിയിൽ ഞാനൊരു വോയിസ് ഇട്ടിട്ടുണ്ട്. ഈ വോയിസ് അഥവാ എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അൻവർ സാദെ ആ വോയിസ് എൻ്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം ശ്രീ ബാബു ദിവാരനിലേക്കാണ്. മുൻ മന്ത്രിയും RSP പ്രതിനിധിയുമാണ് അദ്ദേഹം. ശ്രീ ബാബു ദിവാരൻ, ഇവിടെ ഇപ്പോൾ ഈ മരിക്കുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ആ നിസ്സഹായ അവസ്ഥയാണ് നമ്മൾ കേട്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ സർക്കാർ മെഡിക്കൽ കോളേജുകൾ കേരളം ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്ന് ആവർത്തിക്കുമ്പോഴും സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സംഭവിക്കുന്നത് ഇതാണ്. എങ്ങനെ കാണാം ഇതിനെ? എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ മരണത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കേണ്ടതാണ്. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ കേരളത്തിലെ നമ്പർ 1 എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്നത് ഇവിടുത്തെ സർക്കാർ സംവിധാനം കൊണ്ട് മാത്രമല്ല കേരളത്തിലെ പൊതു ആരോഗ്യരംഗം മുന്നിൽ നിൽക്കുന്നത്. നമുക്ക് ആകെ ഉള്ളത് നമ്മുടെ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രൈമറി ഹെൽത്ത് സെൻ്റർ വരെയുള്ള വലിയൊരു ശൃംഖല നമുക്കുണ്ട് എന്നതാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിക്കുമ്പോൾ നമുക്കുണ്ട മെച്ചം എന്ന് പറയുന്നത്. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ഉണ്ടായി വന്നതല്ല. കാലാകാലങ്ങളായി നമ്മൾ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രാധാന്യവും മുൻഗണനയും അതിലൂടെ വർഷങ്ങളായി നമ്മൾ നേടിയെടുത്ത ഒരു സംവിധാനം, അതൊരു ശിക്ഷ. പക്ഷേ ഇപ്പം വന്നു നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ആധുനിക വൈദ്യശാസ്ത്ര രംഗങ്ങൾ ഒരുപാട്, ഇപ്പോൾ ഡോക്ടർക്കറിയാം, ഒരുപാട് മുമ്പോട്ട് പോയി. നമ്മളിപ്പോഴും ഒരു 10-15 വർഷത്തിന് പുറകിലാണ്. നമ്മുടെ സിസ്റ്റം ഇപ്പോഴും 10-15 വർഷത്തിന് പുറകിലാണ്. പിന്നെ മന്ത്രിയും ഈ ഭരണ സംവിധാനവും എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മന്ത്രിയെ വ്യക്തിപരമായോ ആക്ഷേപിക്കാനൊന്നും ഞാൻ ആളല്ല. പക്ഷേ സമർത്ഥയായ രാഷ്ട്രീയ പ്രവർത്തകയും പിന്നെ ഒരു മാധ്യമ പ്രവർത്തകയൊക്കെ ആയിരിക്കാം. പക്ഷേ ഒരു മന്ത്രി എന്ന നിലയിൽ സത്യത്തിൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യരംഗം തകർത്ത് താറുമാറാക്കിയിരിക്കുകയാണ്. ആ സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഹോൾ സിസ്റ്റം ഇന്ന് ആരോഗ്യരംഗം പരിഹരിക്കാൻ കഴിയുന്ന നിലയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ആ രംഗത്തെ നമ്മുടെ മുൻകൈ പ്രവർത്തനം ഇല്ലാതായി. അത് പ്രധാനമായും ഒരു മന്ത്രി എന്ന് പറയുമ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഈ 5 വർഷം കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല വീണ ജോർജ് എന്ന് പറയുന്ന നമ്മുടെ മന്ത്രിക്ക് ഈ ആരോഗ്യ വകുപ്പിനെ കുറിച്ച് എന്തെങ്കിലും അതിൻ്റെ അരികും മൂലയും പോലും ഇതുവരെ അവർക്ക് അത് മനസ്സിലായിട്ടില്ല എന്നാണ്. അത് അവരുടെ കുറ്റം കൊണ്ട് മാത്രമായില്ല. ഈ സിസ്റ്റത്തിൻ്റെ റോളം എന്ന് വെച്ചാൽ സത്യത്തിൽ അവിടെ മന്ത്രിക്ക് ഒരു റോളും ഇല്ല. അവിടെ NGO യൂണിയൻ്റെ ചില നേതാക്കന്മാരെ അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരായി 2-3 പേരെ വെച്ചിട്ടുണ്ട്. അവരാണ് ഭരണം നടത്തുന്നത്. മന്ത്രിക്ക് താഴെ അവർ സീല് വെച്ച് ഒപ്പിടുന്നതിൻ്റെ താഴെ ഒപ്പിടുന്ന ജോലി മാത്രമേ ഉള്ളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതല്ല നമ്മുടെ ആരോഗ്യരംഗം എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു വിലപ്പെട്ട ജീവനാണ് ഈ അനാഥമുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഡോക്ടർമാർ സമരത്തിലാണ്. ഇപ്പോൾ ഈ 5 വർഷത്തിനിടയ്ക്ക് ഇതുവരെ ഈ കേരളത്തിലെ ഈ ആരോഗ്യ വകുപ്പിൻ്റെ ഏറ്റവും വലിയ നട്ടല് എന്ന് പറയുന്നില്ല, അതിൻ്റെ ഏറ്റവും വലിയ നാഡീവ്യൂഹം എന്ന് പറയുന്നത് ആ ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫും അടങ്ങുന്ന ആ സിസ്റ്റമാണ്. അവരിപ്പോഴും ഈ മന്ത്രിയുടെ പരിധിക്കുള്ളിൽ വന്നിട്ടില്ല. മന്ത്രിക്ക് അവരെ കൂട്ടായി ഒരു ടീം വർക്കിൻ്റെ ഭാഗമായി കൊണ്ടുവരാൻ മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് ആ സിസ്റ്റം ഫെയിലിയർ എന്ന് പറയുന്നത്. ഈ 5 വർഷത്തിന് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, ഓരോ വർഷവും നമ്മുടെ കോവിഡ് കാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഒരിക്കൽ പോലും
ഈ കേരളത്തിലെ ഡോക്ടർമാരെന്ന് പറയുന്ന പാരാമെഡിക്കൽ നഴ്സസ്മാരടങ്ങുന്ന പാരാമെഡിക്കൽ സിസ്റ്റം ഇല്ലാതെ എങ്ങനെ ആരോഗ്യവകുപ്പ് പ്രവർത്തിക്കും? അവരുടെ ഒരു കോൺഫിഡൻസ്, അവരുടെ ഒരു ടീം വർക്ക് ഇല്ലാതെ എങ്ങനെ ഈ വകുപ്പിന് പ്രവർത്തിക്കാൻ കഴിയും? അങ്ങനെ ഒരു ടീം വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ ആ ടീമിൻ്റെ ഒരു ലീഡർ എന്ന നിലയിലാണ് മന്ത്രി പ്രവർത്തിക്കേണ്ടത്. പക്ഷേ മന്ത്രി ഒരു ഭാഗത്തും മറ്റവരെല്ലാം പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. ഇപ്പോൾ തന്നെ ആരോഗ്യ മേഖലയിൽ ഡോക്ടർമാരെല്ലാം സമരത്തിലാണ്. ഇപ്പം ഈ മെഡിക്കൽ കോളേജിൽ ആവശ്യമായ പരിരക്ഷ ആ രോഗിക്ക് കിട്ടിയില്ലെങ്കിൽ അതിന് ഡോക്ടർമാർ സമരത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ജൂനിയർ ഡോക്ടേഴ്സ് മാത്രമാണ് ഇപ്പോൾ അവരുടെ ഡ്യൂട്ടിയിലുള്ളത്. മറ്റുള്ളവർ ചട്ടപ്പടി പ്രവർത്തനങ്ങളുമായി പോയിക്കൊണ്ട്. എങ്കിൽ ആ ഡോക്ടർമാരെ വിളിച്ചിരുത്തി ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഈ ഡോക്ടർമാരെ കോൺഫിഡൻസിലെടുക്കാൻ ഈ മന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഡോക്ടർമാർ എന്ന സമൂഹം ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ എതിരായി നിൽക്കുകയാണ്. എന്തുകൊണ്ട് അവരെ കോൺഫിഡൻസ് എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഈ മന്ത്രിക്ക് കഴിയുന്നില്ല? അവരുടെ കോൺഫിഡൻസ് എടുത്തുകൊണ്ട് മാത്രമല്ലേ ഒരു മന്ത്രിക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കാൻ കഴിയൂ. ഇപ്പോൾ ഈ 5 വർഷവും ആ ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ സിസ്റ്റവും ഒരു ഭാഗത്തും, മന്ത്രിയും ആ NGO യൂണിയൻ നേതാക്കന്മാരായിട്ടുള്ള കുറേ പ്രൈവറ്റ് സെക്രട്ടറിമാരും ഒരു ഭാഗത്തും, അവർ തമ്മിലൊരു മത്സരമാണ് നടക്കുന്നത്. ഇതിലെങ്കിൽ ഇടപെടാനോ ഈ കാര്യക്ഷമമായി കാലാകാലങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനോ മുഖ്യമന്ത്രിക്ക് പോലും കഴിയുന്നില്ല. തീർച്ചയായിട്ടും. സബീർ തൊളിക്കുഴി കൂടിയുണ്ട്. സബീർ തൊളിക്കുഴി, ഇവിടെ നമ്മൾ ഈ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ നമ്മൾ കാണുകയാണ്. കാരണം ഈ 2ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഏറ്റവും പഴികേട്ടൊരു വകുപ്പ് എന്ന് തന്നെ ആരോഗ്യവകുപ്പിനെ പറയേണ്ടി വരും. ഒരു ഡോക്ടർക്ക് പോലും, ഹാരിസ് ചിറക്കൽ എന്ന ഡോക്ടർക്ക് പോലും തുറന്നു പറയേണ്ടി വന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പ്രിയങ്കരനായ പ്രതിനിധി, പഴയ വകുപ്പ് മന്ത്രിയായിരുന്ന ബാബു ദിവാകരൻ സാറ് ജനിക്കുന്നതിനും 1 വർഷം മുമ്പ് 1951 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആരംഭിച്ചത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭമായ മെഡിക്കൽ കോളേജുകളിൽ ഒന്നായിട്ട് ഇപ്പോഴും തല ഉയർത്തി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ചിട്ട് ഒരുപാട് പറയാനും വാചാലനാവാനും വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ ഈ കാര്യങ്ങൾ ഉദ്ധരിച്ചത്. കേരളത്തിലെ ഒരു ആരോഗ്യരംഗത്ത് ചരിത്രം സൃഷ്ടിച്ചൊരു സ്ഥാപനം അതിൻ്റെ അപജയത്തിലേക്ക് പോകുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വളച്ചൊടിക്കുന്ന മാധ്യമ രംഗത്തിലേക്കാണ് നാം വിരൽ ചൂണ്ടുന്നത്. എന്തും വിവാദമാക്കുന്ന തലത്തിലേക്ക് ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വരികയാണ്. അദ്ദേഹത്തിൻ്റെ മരണം ദൗർഭാഗ്യകരമാണ്, ആ മരണത്തെ അപലപിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു അശ്രദ്ധയുടെ മൂലമാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചെങ്കിൽ അത് കേരളത്തിലെ വകുപ്പിന്, ആരോഗ്യ രംഗത്തിന് ഏറ്റവും വലിയ ഒരു നാണക്കേട് കൂടിയാണ്. പക്ഷേ യാഥാർത്ഥ്യം ഇതല്ല എന്നിരിക്കെ കൂടുതലായി കള്ളങ്ങൾ പറഞ്ഞ് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുതരുന്ന രീതിയിൽ അദ്ദേഹം ആ വോയിസിലൂടെ പറയുന്നത് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ, അദ്ദേഹം വളരെ ആരോഗ്യവാനായാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നു എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി ഇവിടെ ഉള്ള ആളുകളാണ്. ഈ മെഡിക്കൽ കോളേജിൽ എനിക്ക് യഥാസമയത്ത് ചികിത്സ ലഭ്യമായിട്ടില്ല, ഇവിടെ മുഴുവൻ അഴിമതിയാണ്, ഇവിടെ എല്ലാവരും കൈക്കൂലിക്കാരാണ്, ഇവിടെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞോ ശുപാർശ ചെയ്തോ മൂലം മാത്രമേ ഇവിടെ ചികിത്സ ലഭിക്കുകയുള്ളൂ. ഇതൊക്കെ എന്ത് തെറ്റാണ്? ഇതിലേതെങ്കിലും സത്യങ്ങളുണ്ടാവാം. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു പൊതു ആരോഗ്യരംഗത്ത് കൂടുതൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കാം. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം എത്രയോ ആൻജിയോപ്ലാസ്റ്റി നടക്കുന്നു, എത്രയോ ആൻജിയോഗ്രാം നടക്കുന്നു, എത്രയോ ആളുകൾ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ വന്നിട്ട് വളരെ സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു. ആയിരക്കണക്കിന് ആളുകൾ ആശ്രയ കേന്ദ്രമായ ഒരു മെഡിക്കൽ കോളേജിനെ ഒരു വോയിസിനെ എടുത്ത് വെച്ചുകൊണ്ട്, അതും തെരഞ്ഞെടുപ്പൊക്കെ പടിവാതിക്കൽ നിൽക്കുന്ന സമയത്ത് അതിനെ വളരെ വികലമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ആരോഗ്യരംഗം അല്ല, ഇതിപ്പോ വോയിസ് അല്ല, അദ്ദേഹം മരിച്ചു. അതായത് കൊല്ലം പന്മന സ്വദേശി വേണുവിന് അടിയന്തര ആൻജിയോഗ്രാമിന് നിർദ്ദേശിച്ചിട്ടും 6 ദിവസമായിട്ടും പരിശോധന നടത്തിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്ദേശമാണ് ഈ വന്നത്. അദ്ദേഹത്തിൻ്റെ നവംബർ മാസം 1-ാം തീയതി വൈകുന്നേരം 7:47 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നതിന് 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് ഒരു മേജർ അറ്റാക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് മെഡിക്കൽ റിപ്പോർട്ടിൽ കാണിക്കുന്നത്. അപ്പോൾ 24 മണിക്കൂറിനകം
ഒരു ആൻജിയോഗ്രാം നടത്താനുള്ള ആരോഗ്യസ്ഥിതി അദ്ദേഹത്തിനില്ല. നിയമപരമായിട്ട് അങ്ങനെ സാധാരണ രോഗികളെ അങ്ങനെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു പേഷ്യൻറ്റിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാറുമില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ ആൻജിയോഗ്രാം ചെയ്യുന്നതാണ്. അത് ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ക്രിയാറ്റിൻ്റെ അളവ് കൂടുതലായിരുന്നു ആ സമയത്തൊരു ഡോക്ടർമാർ അങ്ങനെ ഒരു ആൻജിയോഗ്രാം പോലെയുള്ളൊരു തീരുമാനത്തിലേക്ക് സാധാരണ എത്താറില്ല. അത് ആരോഗ്യ വിദഗ്ധനായ ഡോക്ടർ ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹം അത് വിശദീകരിക്കുമെന്ന് പറഞ്ഞു. അല്ല, ഇതിലിപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ല. ഏതായാലും ഡോക്ടർ പ്രണവിലേക്ക് പോവുകയാണ്. പ്രണവ്, ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊക്കെ കൃത്യമായി അറിയാമല്ലോ. കാരണം ഈ സംവിധാനങ്ങളിലുള്ള അപര്യാപ്തത നമുക്കറിയാം. ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ, സബീർ സൂചിപ്പിച്ചതുപോലെ ആണെങ്കിൽ വളരെ വലിയ പ്രശ്നമില്ലാത്ത രീതിയിലാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചത്. പക്ഷേ അങ്ങനെയല്ല പലരുടെ അവസ്ഥ. ഇപ്പോൾ ഡോക്ടർ ഹാരിസ് അന്ന് വെളിപ്പെടുത്തിയത് പറഞ്ഞത് എൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു വിദ്യാർത്ഥി വന്നപ്പോൾ അവന് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയുന്നില്ല. കാരണം നിസ്സഹായ അവസ്ഥയിലാണ്. കാരണം അതിൻ്റെ ഉപകരണങ്ങളുടെ അപര്യാപ്തത, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം CPM അനുഭാവിയായ ഒരു ഡോക്ടർ കൂടിയാണ്. അദ്ദേഹം അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനെ സ്നേഹിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ നമുക്കറിയാലോ, നമുക്ക് ഒന്നും വേണ്ട, നമ്മൾ മെഡിക്കൽ കോളേജിൽ ആരെങ്കിലും കാണാൻ പോയാൽ തന്നെ നമുക്കത് വ്യക്തമാണല്ലോ. ഡോക്ടർ പ്രണവ്, ഇതിൽ ഒരു പക്ഷം പിടിച്ച് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വസ്തുതകൾ എനിക്ക് അറിയാവുന്ന എൻ്റെ പെർസ്പെക്റ്റീവ്സ്, എൻ്റെ വീക്ഷണങ്ങൾ പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ഒരു ഗവൺമെൻറ് സർക്കാർ മെഡിക്കൽ കോളേജിൽ പഠിച്ച MBBS പഠിച്ച ഒരാളാണ് ഞാൻ, തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. അതിനുശേഷം MD സൈക്യാട്രിയും നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ചു. അതിനുശേഷം ഇപ്പോൾ അവിടെ സൈക്യാട്രി വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജുകൾ വെന്റിലേറ്ററിൽ തുടങ്ങിയ വളരെ കാവ്യാത്മകമായ ശൈലികളൊക്കെ പലപ്പോഴും ഒരു അമിത സാമാന്യവൽക്കരണത്തിൻ്റെ ബഹിർസ്ഫുരണങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. പലപ്പോഴും ഇത് കോസ് ചെയ്യുന്നത് ഒരു മോബ് വയലൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സമീപകാലത്ത് വർദ്ധിച്ചു വരുന്ന ഒത്തിരി പ്രശ്നങ്ങൾ. ഇപ്പോൾ യുവ ഡോക്ടർമാരുടെ പ്രശ്നങ്ങൾ പറയണോ, രോഗികളുടെ പ്രശ്നങ്ങൾ പറയണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും രണ്ടും പറയണം. നമുക്ക് ഓരോന്നായിട്ട് അനലൈസ് ചെയ്ത് തുടങ്ങാം. ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഹെഡിങ്ങുകളും അല്ലെങ്കിൽ വാർത്തയ്ക്ക് ഉണ്ടാകുന്ന ഒരു വൈകാരിക പ്രാധാന്യം പലപ്പോഴും എത്തിക്കുന്നത്, നമ്മളെ ചെന്നെത്തിക്കുന്നത് ചില ന്യായ വൈകല്യം, ഒരു സൈക്യാട്രിസ്റ്റും കൂടെ ആയതുകൊണ്ടാവാം പലപ്പോഴും ഇതിന് പുറകിലൊരു സൈക്കോളജിയിലേക്ക് പോകേണ്ട ഒരു തോന്നൽ, എനിക്ക് പോകണമെന്നൊരു ആവശ്യകത മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ പല ബയാസുകൾ, ചില ചിന്താക്കുഴപ്പം അഥവാ ന്യായ വൈകല്യങ്ങളെ പറ്റി പറയുമ്പോൾ, ഒന്ന് ഔട്ട്കം ബയാസ്. ഇതിൻ്റെ ഒരു പ്രത്യാഘാതം അഥവാ ഔട്ട്കം അനുസരിച്ച് കാര്യങ്ങൾ മാറും. ഇപ്പോൾ ഒരേ രീതിയിൽ സർജറി ചെയ്ത 2 ഡോക്ടർമാർ, അതിൽ ഒരു പേഷ്യൻ്റ് മരിക്കുന്നു ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ഔട്ട്കം ബാഡ് ആയിക്കഴിഞ്ഞാൽ പൊതുവേ ആളുകൾ ചിന്തിക്കും ആ മരിച്ച ആൾ ആ സർജറി ചെയ്ത ഡോക്ടറാണ് മോശം, പ്രശ്നക്കാരനെന്ന്. ഇതൊരു ഔട്ട്കം ബയാസിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഇതേപോലെ ഫണ്ടമെൻ്റലായിട്ടുള്ള മൗലികമായ ആട്രിബ്യൂഷൻ എറർ, എന്തും ആരോപിക്കാനുള്ള ഒരു വ്യഗ്രത, അതുപോലെ ഹൈൻസൈറ്റ് ആയിട്ടുള്ള ഒരു ബയാസ്. ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഇപ്പോൾ ഈ കേസിൽ തന്നെ അതാണ് എനിക്ക് പെട്ടെന്ന് പ്രഥമ ദൃഷ്ടിയെ കാണാൻ സാധ്യമാകുന്നത്, ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ആയേന്നെ എന്ന് മുതലായ വൈകാരികമായ പ്രതികരണങ്ങൾ കൊണ്ട് അല്ല ശാസ്ത്രം വർക്ക് ചെയ്യുന്നത്. അത് ഈ സൂചിപ്പിച്ച പോലെ പലപ്പോഴും പ്രോട്ടോകോൾ അധിഷ്ഠിതവും രോഗിയുടെ ജനറൽ കണ്ടീഷൻ, ഈ പറഞ്ഞ കേസിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇങ്ങനെയാണ്, ഒരു ജനറൽ മെഡിക്കൽ കണ്ടീഷൻ അത്ര സുഖകരമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മരുന്ന് അവിടെ ഇട്ടിട്ടില്ല എന്ന് പറയാൻ നമുക്ക് തീർച്ചയായിട്ടും നിർവാഹമില്ല. കാരണം ഒരു ഹെപ്പാരിൻ, ബ്ലഡിലെ രക്തക്കട്ട അലിയിക്കുന്ന മരുന്ന് അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല നമ്മൾ ആൻജിയോഗ്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ചികിത്സ തീർത്തും നിഷേധിച്ചു എന്ന വസ്തുത അവിടെ തീർത്തും നിർവീര്യമാകുന്നു. മറ്റൊന്ന് മനോവീര്യം. ഡോക്ടർമാരുടെ മനോവീര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും സിസ്റ്റത്തിനെ മെച്ചപ്പെടുത്താൻ പറ്റിയ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു 4-5 കാര്യങ്ങൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ, ഈ പറഞ്ഞ വയലൻസ് എഗെയിൻസ്റ്റ് ഡോക്ടേഴ്സ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമുക്കുണ്ടായൊരു സംഭവമാണ് അമീബിക് എൻസെഫാലൈറ്റിസ്, മസ്തിഷ്ക ജ്വരം അല്ലേ. അതിൽ നിർഭാഗ്യകരമായി മരണപ്പെട്ട ഒരു കുട്ടിയുടെ പിതാവിൻ്റെ കേസ്. ആ പിതാവിൻ്റെ കേസിൽ ഒരു മീഡിയ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും സ്ട്രൈക്കിംഗ് ആയിരുന്നു, ഈ അടി ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇത്തരത്തിൽ വളരെയധികം സെൻസേഷനലൈസ് ചെയ്യപ്പെടുന്ന ഡോക്ടർമാരുടെ മനോവീര്യം തകർക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ധാർമ്മികമായ ഒരു മോറൽ ഇഞ്ചുറി, ആഘാതത്തിലേക്കാണ് പലപ്പോഴും ഡോക്ടർ സമൂഹത്തെ തള്ളിവിടുന്നത് എന്നുകൂടെ ഈ അവസരത്തിൽ ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യെസ്, അപ്പോൾ ഇതാണ് ശ്രീ ബാബു ദിവാരൻ, ഇതാണ് അവസ്ഥ. ഇപ്പോൾ അവർക്ക് പറയാൻ ഒരുപാട് ന്യായീകരണങ്ങളുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഹാരിസ് ഡോക്ടറുടെ പ്രശ്നം വന്നപ്പോൾ അദ്ദേഹത്തെ ഉപകരണങ്ങൾ മോഷണം പോയി എന്നതടക്കം ഒരു
മോഷണക്കുറ്റം പോലും ആരോപിച്ച് അദ്ദേഹത്തെ പെടുത്താനൊക്കെ നോക്കിയ സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ എന്ത് വന്നാലും ഇവർക്ക് സിസ്റ്റം നന്നാക്കണം എന്ന ചിന്തയാണ്. കാരണം ഇത്തരത്തിലുള്ള പോരായ്മകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനെ അസഹിഷ്ണുതയോടെ കാണുക എന്നുള്ളൊരു നയമാണ് കാണിക്കുന്നത്. നമുക്കറിയാം ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ പ്രസ്താവനകൾ അത്തരത്തിൽ വേണം നോക്കിക്കാണാൻ. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇതിപ്പം ഏതെങ്കിലും ഡോക്ടറുടെ പാകപ്പിഴ ഉണ്ടാണോ, പിന്നെ അല്ലെങ്കിൽ ആ രോഗിയുടെ അവസ്ഥയെക്കുറിച്ചാണോ? ഞാൻ പറയുന്നത് ഇത് സിസ്റ്റം ഫെയിലുവറാണ്. ഈ രോഗിയും ഈ ഡോക്ടർമാരും അഡ്മിനിസ്ട്രേഷനും എല്ലാം ചേരുന്ന ഒരു സംവിധാനമാണ് ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത്. അതിലേതെങ്കിലും ഒരു വിഭാഗം മാറി നിന്നാൽ, അതിൽ അത് സഹകരിക്കാതെ നിന്നാൽ തീർച്ചയായിട്ടും അത് സിസ്റ്റം ഫെയിലുവർ ഉണ്ടാവും. ഇപ്പം ഇവിടെ ഇപ്പോൾ 5 ദിവസമായി ആൻജിയോഗ്രാമിന് ഒരു ആൻജിയോഗ്രാം വേണമെന്ന് കൊല്ലത്തെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിന്ന് ആൻജിയോഗ്രാമിന് വേണ്ടി റെഫർ ചെയ്ത ഒരു പേഷ്യൻ്റാണ്. 5 ദിവസമായിട്ടും ആൻജിയോഗ്രാം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൽ ആൻജിയോപ്ലാസ്റ്റി അല്ല, ആൻജിയോഗ്രാം ചെയ്തില്ല. ആൻജിയോഗ്രാം ചെയ്യുമ്പോഴാണ് ആൻജിയോപ്ലാസ്റ്റി വേണോ വേണ്ടത് പരിമിതമായ അറിവിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. പക്ഷേ ആൻജിയോഗ്രാം ചെയ്തില്ല, അതിന് കാരണങ്ങളുണ്ടാവും. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ആൻജിയോഗ്രാം ചെയ്യേണ്ടതായിട്ടുള്ള സീനിയർ ഡോക്ടേഴ്സ് എല്ലാം അവർ വട്ട് റൂളായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അത് ആയിരിക്കാമെന്നാണ് ഞാൻ പറയുന്നത്, ആണെന്ന് ഞാൻ പറയുന്നില്ല, ആയിരിക്കാം. പക്ഷെ അതെന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാവുന്നു? ഇപ്പം ഈ 4-5 ദിവസമായിട്ട് കേരളത്തിലെ ഡോക്ടർമാരെല്ലാം വട്ട് റൂളാണ്. ആ മന്ത്രി ഇടപെടുന്നോ, മുഖ്യമന്ത്രി ഇടപെടുന്നോ? എന്താണ് പ്രശ്നം? ഇപ്പം പറഞ്ഞതുപോലെ ഡോക്ടേഴ്സിനെതിരെ വയലൻസ്, അതിന് ഒരിക്കലും ന്യായീകരിക്കുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ വീട്ടിൽ ഡോക്ടേഴ്സുള്ള, എൻ്റെ വൈഫും ഡോക്ടറാണ്. വയലൻസ് അഗൈൻസ്റ്റ് ഡോക്ടർ അതെന്തുകൊണ്ടുണ്ടാകുന്നു? അവിടെ ഇടപെടേണ്ടതും അതൊക്കെ പരിഹരിച്ച് ഇതിനെ ഈ സിസ്റ്റത്തെ കുറ്റമറ്റതാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടത് ആരാണ്? അതിന്റെ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുമാണ്. അവരാ രീതിയിനകത്ത് ഒന്നും എന്തെങ്കിലും ഒരു സിസ്റ്റം വരുമ്പോൾ ഒരു പ്രസ്താവന ഇറക്കിയാൽ മതിയോ? അതാണോ ഒരു മന്ത്രിയുടെ ചുമതല? ഞാനൊക്കെ ഇപ്പം സുഹൃത്ത് പറഞ്ഞതുപോലെ വളരെ കൊച്ചിലെ മുതൽ 1967 മുതൽ മന്ത്രിമാർ പ്രവർത്തിക്കുന്നത് അടുത്ത് നിന്ന് കണ്ടുള്ള അനുഭവം ഉള്ള ഒരാളാണ് ഞാൻ മന്ത്രിയായി 5 വർഷം ഇരുന്നത് അത് ചെറിയൊരു കാലഘട്ടമാണെന്ന് വെച്ചു. പക്ഷെ അതിനേക്കാൾ ഈ മന്ത്രിസഭകളിലെല്ലാം മന്ത്രിമാർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അടുത്ത് നിന്ന് കാണാൻ 15 വർഷം ഞാൻ MLA ആയിരുന്ന ആളാണ്. അടുത്ത് നിന്ന് മന്ത്രിമാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഓരോ വകുപ്പിലും വരുന്ന ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ക്യാബിനറ്റ് എങ്ങനെയാണ് അതിനെ കാണുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ അടിയന്തരമായി മന്ത്രി ഇതിനടുപ്പം തന്നെ 3-4 ദിവസമായി ഡോക്ടർമാർ ഇതുപോലെ വർക്ക് റൂളുമായിട്ട് അവർ പോകുന്നു എങ്കിൽ അവരെ വിളിച്ചിരുത്തി എന്താണ് പ്രശ്നങ്ങൾ, അത് പരിഹരിക്കാനുള്ള എന്തെല്ലാം മാർഗങ്ങളാണ് മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ക്യാബിനറ്റ് ചർച്ച ചെയ്തത്, അതിനുള്ള പരിഹാരം കാണുക. അവർ പറയുന്നത് ഞങ്ങൾക്ക് പിന്നെ പ്രവർത്തിക്കാനുള്ള സേഫ്റ്റി ഇല്ല ആണല്ലോ ഡോക്ടർമാരുടെ. ഞങ്ങളുടെ സേഫ്റ്റി പ്രധാനമാണ്. സ്വാഭാവികമാണ്, ഡോക്ടർമാർ പറയുന്നത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് അവിടെ സുഖകരമായി വർക്ക് ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടത് വകുപ്പിന്റെ ചുമതലയാണത്. അതെ 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 തീർച്ചയായിട്ടും. സബീർ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നമുക്കറിയാം ഒരു ഡോക്ടർ കൊല്ലത്ത് മരിക്കുന്ന സാഹചര്യം ഉണ്ടായി, വേണ്ടത്ര സുരക്ഷയില്ല. അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ കോളേജുകളിലൊക്കെ ഈ പെരിഫറലായിട്ടുള്ള കുറേ വൃത്തിയാക്കുക അല്ലെങ്കിൽ കുറച്ച് നീറ്റായി എന്നതൊഴിച്ചാൽ ഒരു ആവശ്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഒരു എമർജൻസി കേസൊക്കെ ആണെങ്കിലും അവരെ ഇങ്ങനെ മാറ്റി നിർത്തുന്ന ഒരു സ്ഥിതിയാണ് കണ്ടുവരുന്നത്. അതിനൊരു മാറ്റം വരുന്നില്ല. എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് തികച്ചും വാസ്തവ വിരുദ്ധമാണ്. കാരണം ഇദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ, നമ്മുടെ പൊതു ആരോഗ്യ സംവിധാനം ഒരു പരിധിവരെയും കേരളത്തിലെ ജനങ്ങളോടൊപ്പം തന്നെ നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ്. ഇപ്പോൾ കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് നാം പഠിക്കാതെ നാം വെറുതെ വികലമായി ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹം ഏറ്റവും കൂടുതൽ ദീർഘം കേരളത്തിൽ നടത്തിയത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നൊരു മന്ത്രിയായിരുന്ന താങ്കളാണ് ഈ വാദമുഖങ്ങൾ ഉയർത്തുന്നു എന്നുള്ളത് അപഹാസ്യമാകുന്നു. ആരോഗ്യരംഗത്തെക്കുറിച്ച് നാം അന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലും ഒരു രോഗിയെ ബ്ലഡ് ചില ഒരു അതുപോലെ ഒരു കുഞ്ഞിനെ എലിക്കുള്ളിൽ കയറി എലി കാല് കടിച്ചെടുത്തു. അതേപോലെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഫ്രീസറിൽ കൈക്കൂലി വാങ്ങി ഈ അടുത്ത സമയത്ത് കോട്ടയത്ത് കെട്ടിടം ഇടിഞ്ഞ് അങ്ങനെയുള്ള സമയത്ത് നിന്നും മാറി കേരളത്തിലെ ആരോഗ്യരംഗം പുതിയ ചരിത്രത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും സൗജന്യമായ ചികിത്സ
ലഭ്യമാകുന്നു, ഇത്രയും ആളുകൾക്ക് കൊടുക്കുന്നു. ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് നിലവിലുണ്ടോ? കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ഇങ്ങനെ മുക്കിന് കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും അല്ല സബീർ, ഒരുപാട് സംഭവങ്ങൾ ഈ കോട്ടയത്ത് ഒരു സ്ത്രീക്ക് കെട്ടിടം തകർന്നു വീണ് ദാരുണ അന്ത്യം ഉണ്ടാകുന്നു. അതുപോലും ഇത് മറച്ചു വെച്ചതുകൊണ്ട് സംഭവിച്ചതാണ്. ഒരുപക്ഷെ അത് നേരത്തെ അവിടെ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് ജീവൻ നഷ്ടമാവില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നല്ല പിശകുണ്ട്. പിന്നെ ഒരു കാലിന് ശസ്ത്രക്രിയക്ക് എന്നപ്പോൾ തകർന്നു വീഴുന്ന സമയത്തിലെ നിമിഷങ്ങൾക്കുള്ളിൽ അവർ മരിച്ചിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായി. കാരണം അവരുടെ തലയ്ക്ക് വലിയ ആഘാതമാണ് ഏറ്റത്, അതുകൊണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ മരിച്ചിരിക്കാം എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ട്. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇപ്പൊ കത്രിക വരെ വയറ്റിൽ വെച്ച് കുടുങ്ങിയ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അല്ല ഇതെല്ലാം ഞാൻ പറയട്ടെ, ഇതെല്ലാം ഇപ്പം കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് ഇതുണ്ടായി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കാലത്ത് ഉണ്ടാകണമെന്നാണ് താങ്കൾ പറയുന്നതിന്റെ ആ ഒരു അർത്ഥം. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് കേരളത്തിലെ സാധാരണ ആളുകൾ ആശ്രയിക്കുന്ന പിന്നെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യമായി പോകുമായിരുന്നു? അല്ല, കാലാനുസൃതമായ മാറ്റങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ വില്ലേജ് ഓഫീസുകളടക്കം എല്ലാം നമുക്കറിയാം. പണ്ട് E.K. നായനാരുടെ കാലത്ത് നമുക്കൊരു വില്ലേജ് ഓഫീസിൽ ചെന്നൊരു കാര്യം സാധിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അത് കാലാകാലങ്ങളായി വരുന്ന ഗ്രാജുവൽ ആയിട്ടുള്ള മാറ്റങ്ങൾ മാത്രമാണ്. ഈ കേരളത്തിൽ മാത്രമാണ് ഈ മാറ്റം സംഭവിക്കുന്നത്. സുഹൃത്ത് പറഞ്ഞതെല്ലാം ഞങ്ങൾ സമ്മതിക്കുന്നു. ഈ കാലാകാലങ്ങളിലുണ്ട് അപ്ഡേറ്റ് ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ നടക്കുന്നില്ല. അതാണ് ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഏറ്റവും പ്രതിസന്ധിയുള്ള ഒരു ഘട്ടമായിരുന്നു കൊറോണ കാലവും നിപ്പ കാലവും ഒക്കെ ഉള്ള സമയത്തൊന്നും ഇത്രയും പ്രശ്നങ്ങളില്ലായിരുന്നല്ലോ. അത്രയും ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ്, ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ ആരോഗ്യവകുപ്പ് പൂർണ്ണ പരാജയമാണെന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആദ്യം പറയും മാധ്യമപ്രവർത്തകരുടെ ഒരു പ്രശ്നമുണ്ട്. അവർ പറയും ആദ്യത്തത് നല്ലതായിരുന്നു എന്ന് ഇടയ്ക്ക് പറയും. പിണറായി വിജയന്റെ ഒന്നാം ഭരണകാലം കേരളത്തിൽ ഏറ്റവും മഹാബലിയുടെ കാലഘട്ടമായിരുന്നു. അങ്ങനല്ല ഉദ്ദേശിച്ചത്, പോരായ്മകളില്ല. അത് പറയാറുണ്ട്, മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് പറയാറുണ്ട്. രണ്ടാം പിണറായി സർക്കാർ മോശമാണ്, അതേപോലെ രണ്ടാം പിണറായി സർക്കാരിലെ ആരോഗ്യമന്ത്രി മോശമാണ്. ഇത് മാധ്യമങ്ങൾ പൊലിപ്പിച്ചുണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഈർഷ്യയുണ്ട്. മാധ്യമ പ്രവർത്തകർക്ക് മാധ്യമങ്ങൾക്ക് ഈർഷ്യയുണ്ട്. കാര്യം മാധ്യമങ്ങളോടൊപ്പം ഉണ്ടായിരുന്നൊരു വ്യക്തി പെട്ടെന്ന് കേരളത്തിലെ ആരോഗ്യമന്ത്രി മാറിയപ്പോൾ അത് ഉൾക്കൊള്ളാനാവാത്ത വിഷമം ഈ മാധ്യമ പ്രവർത്തകർ സമയങ്ങളിൽ എത്ര മാധ്യമ പ്രവർത്തകർ രാഷ്ട്രീയ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. വീണ ജോർജ് മാഡത്തോട് ഞങ്ങൾക്ക് മാത്രമാണോ പക്ഷേ പാവത്തിന് നിങ്ങളൊന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കും. തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തനം ശ്ലാഘനീയമാണ്. കേരളത്തിലെ ചരിത്രത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന മാധ്യമരംഗത്തുനിന്ന് വന്നതുകൊണ്ടാവണം ഈ വീണ ജോർജിനെതിരെയുള്ള ആക്രമണം അത്ര കൂടുതലായി ഇല്ല എന്ന് വേണ്ടി പറയേണ്ടി. തീർച്ചയായിട്ടും തെറ്റാണ്, അത് തെറ്റാണ്, അത് തിരുത്തപ്പെടേണ്ടതാണ്. അവരെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് മാധ്യമങ്ങളാണ്. കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ തന്നെയാണ് കൂടുതലായി അവരെ അമ്പെയ്യുന്നത്. പിന്നെ ഈ വിഷയത്തിലേക്ക് വന്നാൽ, ഈ ദൗർഭാഗ്യകരമായ മരണം സംഭവിച്ചതിനെ ന്യായീകരിക്കാനല്ല ഞാനിവിടെ ശ്രമിക്കുന്നത്. ഇവിടെ അങ്ങനെയുള്ള ഒരു മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നടപടിയെടുക്കാൻ വേണ്ടി വകുപ്പ് മന്ത്രി ആരോഗ്യ ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ 2 ദിവസത്തിനകം അതിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിന്റെ ഭാഗത്ത് ഏതെങ്കിലും ഒരു പിശക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിനോ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഡോക്ടർക്കോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ന്യായമായ രീതിയിലുള്ള ശിക്ഷ അർഹമായ നടപടികളിലേക്ക് സർക്കാർ കടങ്ങും. അതിലൊരു സംശയവുമില്ല. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും ജീവന് വില കൽപ്പിക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്താണ് ജീവൻ. അത് കഴിഞ്ഞ് വേറെന്തും മാനവ വിഭവം, അത് കഴിഞ്ഞിട്ടുള്ള എന്ത് സമ്പത്തും ലോകത്തുള്ളൂ. അപ്പോൾ ഒരാളുടെ ഒരു വ്യക്തിയുടെ ജീവിതം അത് നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് ഒരു സർക്കാർ സംവിധാനം മാറിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ ഇടതുപക്ഷം തയ്യാറാണ് എന്ന് പിന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇവിടെ പ്രസ്താവിച്ചു കഴിഞ്ഞു. ഓരോന്നോരോന്നുണ്ടാകുമ്പോൾ പരിശോധിക്കും എന്ന് പറഞ്ഞിട്ട് ഏതായാലും ഡോക്ടർ പ്രണവിലേക്ക് പോകണ്ടോ. ഡോക്ടർ പ്രണവ്, ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരു സാധാരണക്കാരന് ഒരിക്കലും ഈ മെഡിക്കൽ കോളേജുകളിലേക്ക് എത്തപ്പെടാൻ കഴിയാത്ത ഒരു സംവിധാനമാണ്. ഒരു പനിയുമായി പോയാൽ പോലും ഒരു റൂം കിട്ടാനില്ല, അല്ലെങ്കിൽ ഈ വാർഡുകളിലൊക്കെ ഇവരിപ്പോൾ പറയുന്ന ഈ അവിടെയെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വരുത്തി എന്ന് പറയുമ്പോഴും നമുക്കവിടെ ചെല്ലുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളായി അവിടെ ജോലി ചെയ്യുന്ന ആൾ കൂടിയാണ്. അപ്പോൾ
ഇതിനൊരു മാറ്റം വരാൻ എന്ത് ചെയ്താൽ കഴിയും? ഇത് തീർത്തും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് എങ്കിൽ കൂടെയും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം മെഡിക്കൽ നെഗ്ലിജൻസിലേക്ക് വരാം. ഇത് ഉത്തരം പറയുന്നതിന് മുന്നേ ഇവിടെ വൈഡ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതൊരു ചികിത്സാ പിഴവ്, അതാണ് ഓരോരുത്തരുടെയും കുറുക്കി കൊള്ളുന്നൊരു വാചകം. എന്തുകൊണ്ട് ഇത് ചികിത്സാ പിഴവാണ് അല്ലെങ്കിൽ അല്ല എന്നതിലേക്ക് ഞാൻ വരാം. മെഡിക്കൽ നെഗ്ലിജൻസ് ഒരു വലിയ ടേമാണ് അല്ലേ, അങ്ങനെ ആരിലും ആരോപിക്കാൻ കെട്ടിച്ചമയ്ക്കാൻ കഴിയുന്ന ഒരു സംഭവം അല്ല അത്. ഇറ്റ് ഹാസ് 3 കമ്പോണൻസ്. പ്രധാനമായിട്ടൊരു ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി ഓഫ് കെയർ, ഒരു ഡോക്ടർ അയാളുടെ ഡ്യൂട്ടി ചെയ്തില്ല എന്ന് അതിൽ ബ്രീച്ച് വരുത്തി എന്ന് പ്രൂവ് ചെയ്യണം. പിന്നെ കോസേഷൻ, ഇയാൾ ചെയ്ത അല്ലെങ്കിൽ ചെയ്യാത്തൊരു കാര്യം ഡയറക്റ്റ്ലി അയാളുടെ മരണത്തിലേക്കോ അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങളിലേക്കോ നയിച്ചു എന്നൊരു കോസേഷൻ. ഇത്രയും കാര്യങ്ങൾ ഡാമേജ്, ഈ 3 കാര്യങ്ങളും പ്രൂവ് ചെയ്താൽ മാത്രമേ അത് മെഡിക്കൽ നെഗ്ലിജൻസ് ആവൂ. ഇവിടെ പലപ്പോഴും കാണുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള ഒരു പരിണിത ഫലം, അതിനെ നമ്മൾ റീലേബിൾ ചെയ്യുന്നത് ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ആയിട്ടാണ്. അപ്പോൾ നെഗ്ലിജൻസ് എല്ലാ സിസ്റ്റത്തിലും ഉണ്ട്, പക്ഷേ മെഡിക്കൽ നെഗ്ലിജൻസ് പ്രൂവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എല്ലാ മരണങ്ങളും എല്ലാ നെഗറ്റീവ് ഔട്ട്കംസും മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് എന്ന് പറയുന്നതിൽ ഒരു ഫണ്ടമെൻ്റൽ എറർ ഉണ്ട്. പിന്നെ സിസ്റ്റത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ തീർത്തും എൻ്റെ അഭിപ്രായം മാത്രമല്ല, എൻ്റെ സമൂഹം ഞാൻ അടങ്ങുന്ന ഒരു സമൂഹം റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഫാക്കൽറ്റീസ് എല്ലാവരുടെയും അഭിപ്രായം ഇതാണ്. സ്റ്റാഫിംഗ് പാറ്റേൺ തീർത്തും നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുത്തണം. ഇത് ഈ വിഷയമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിൽ പോലും ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളിൽ ഇനിയും കുറച്ചും കൂടെ മെച്ചപ്പെടുത്തിയാൽ അത് ഇവിടുത്തെ മാത്രമല്ല എല്ലാ നാട്ടിലെയും മെഡിക്കൽ സിസ്റ്റം ഇമ്പ്രൂവ് ആവും. എന്നാലും ഡെത്തുകൾ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഡെത്ത് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല, അതർവൈസ് ഓൾസോ നമുക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യമാണ്. ഇൻഅഡിക്വേറ്റ് സ്റ്റാഫിംഗ് പാറ്റേൺ എന്നൊക്കെ പറയുമ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഇപ്പോൾ ഓങ്കോളജി പേഷ്യൻസിൻ്റെ കാര്യം എടുത്താലും നമുക്ക് ഒത്തിരി സ്റ്റാഫുകളെ ആവശ്യമുള്ള ഒരു സമയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ലോകമെമ്പാടും. കാരണം ക്യാൻസർ പേഷ്യൻസ് വർദ്ധിക്കുന്നു. ഇത്തരത്തിൽ ഇമ്പ്രൂവ് ആവേണ്ട ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ ക്രിയാത്മകമായി ഡിസ്കസ് ചെയ്യേണ്ടത്. അല്ലാതെ പലപ്പോഴും ഒരു നെഗറ്റീവ് ഔട്ട്കമായി സംഭവിക്കുന്ന മരണത്തിൽ മാത്രം ഡിസ്കഷൻ ഒതുങ്ങിപ്പോകരുത് എന്നും കൂടെ ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ശ്രീ ബാബു ദിവാകരൻ, ഇവിടെ ഈ പറഞ്ഞതുപോലെ ഈ ഹാരിസ് ചിറക്കൽ ഡോക്ടർക്കൊക്കെ ഇത്തരത്തിൽ തുറന്നു പറയേണ്ടി വരുന്നു. നമുക്കറിയാം ഇപ്പോൾ മെഡിക്കൽ കോളേജുകളങ്ങ് മാറ്റി നിർത്തിയാലും അതാത് ജില്ലാ ആശുപത്രികൾ, അതിന് താഴോട്ട് വരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ഇവിടെയൊക്കെ സ്ഥിതി വിഭിന്നമല്ല. കാരണം നമുക്കറിയാം കൊല്ലത്ത് ജില്ലാ ആശുപത്രിയിലൊക്കെ ഒരു അസുഖവുമായി ചെന്നാലുള്ള അവസ്ഥ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ വൃത്തിഹീനമായ സാഹചര്യങ്ങൾ, ശുചിമുറികളുടെ അപര്യാപ്തത, ഇതൊക്കെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് എപ്പോഴും ആശ്രയമായിട്ടുള്ള ആരോഗ്യ കേന്ദ്രങ്ങളാണ് ഈ സർക്കാർ ആശുപത്രികൾ. നമുക്കറിയാം ഇപ്പോൾ വലിയ കിംസ് ഹോസ്പിറ്റൽ പോലുള്ള സ്വകാര്യ ആശുപത്രികളിലൊക്കെ ഒരു രോഗവുമായി ഒരു പനിയുമായി പോയാൽ തന്നെ ആയിരങ്ങൾ വേണം. സ്വാഭാവികമായും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും അപ്രാപ്യമാണ്. അപ്പോൾ ഈ ഒരു വ്യവസ്ഥയ്ക്ക് ഇപ്പോൾ സബീറൊക്കെ പറഞ്ഞതുപോലെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. കാലാകാലങ്ങളായി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശുപത്രിയിൽ ചെന്നാൽ ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ സിസ്റ്റത്തിന് ഒരുപാട് അപ്ഡേഷൻ വേണം. ഒന്നും മാറുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇപ്പോഴും നമ്മൾ താരതമ്യപ്പെടുത്തിയാൽ ഇവിടുത്തെ പ്രൈവറ്റ് അല്ലെങ്കിൽ അതിന് പാരലായിട്ട് വർക്ക് ചെയ്യുന്ന ഹെൽത്ത് സിസ്റ്റവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രി അതിൻ്റെ പരിമിതി എന്ന് പറഞ്ഞാൽ സാമ്പത്തികം തന്നെയാണ്. നമ്മൾ മറ്റേതൊരു സംസ്ഥാനത്തേക്കാൾ കൂടുതൽ ഫണ്ട് അലോക്കേഷൻ സംസ്ഥാനത്ത് നടത്തുന്ന ഹെൽത്തിന് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഫണ്ട് അലോക്കേഷൻ നടത്തുന്ന സംസ്ഥാനം കേരളമാണ്. അതിപ്പോഴല്ല, എന്നും അങ്ങനെ തന്നെ ആയിരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഹെൽത്ത് സിസ്റ്റം ഇത്രയെങ്കിലും മെച്ചപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ മെച്ചപ്പെട്ടു. പക്ഷേ ഈ മെഡിക്കൽ കോളേജ് പോലുള്ള സംവിധാനങ്ങളിൽ അത് ഇപ്പോഴും ഓരോ ദിവസം കഴിയുന്നതും ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ആധുനികവൽക്കരണം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ള പറയാം. അത് കഴിയണമെങ്കിൽ ആദ്യം വേണ്ടത് ഈ സിസ്റ്റത്തിലുള്ളവരുടെ എല്ലാവരുടെയും വിശ്വാസം ആർജിക്കാൻ കഴിയണം. ഡോക്ടേഴ്സ് സമൂഹം, നഴ്സസ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ സ്റ്റാഫ്, ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരു ടീം വർക്ക് കൊണ്ട് മാത്രമേ ഇത് കഴിയൂ. അല്ലാതെ മന്ത്രി മാത്രം വിചാരിച്ചാലോ മുഖ്യമന്ത്രി മാത്രം വിചാരിച്ചാലോ ഈ ഹെൽത്ത് സിസ്റ്റം അങ്ങ് നന്നാക്കി കളയാം എന്ന് വിചാരിക്കുന്നത് അത് മൂഢന്മാരുടെ ഒരു ചിന്തയാണ്. ഈ സിസ്റ്റത്തെ ഞാൻ പറയുന്നത് വീണ ജോർജ് മാഡത്തിന് പറ്റിയതെന്ന് വെച്ചാൽ ഈ 5 വർഷത്തിനിടയ്ക്ക് ഇവരെ എല്ലാം കോൺഫിഡൻസിലെടുത്ത് അവരെ കൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ
മാഡത്തിന് കഴിഞ്ഞില്ല. അല്ലാതെ എനിക്കിപ്പം മാഡം വ്യക്തിപരമായി അവർ സമർത്ഥയാണോ അല്ലയോ എന്നൊന്നും വിലയിരുത്താൻ ഞാൻ ആളല്ല. പക്ഷേ ഒരു ഹെൽത്ത് മിനിസ്റ്റർ എന്ന നിലയിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ എല്ലാവരെയും ഒരുമിപ്പിച്ച് ഈ സിസ്റ്റത്തെ, അത് ഏറ്റവും നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണിത്. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഈ ഒരു ഡെത്ത് ഉണ്ടാകുമ്പോൾ ഇത്രയും വലിയ ഹൈപ്പ്, പിന്നെ മീഡിയ ഹൈപ്പൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ സുഹൃത്തെ, അത് ഇതുകൊണ്ടാണ്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ആരോഗ്യരംഗം എന്ന് പറയുന്നത് സാധാരണക്കാരൻ ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളെയാണ്. മറ്റാശുപത്രികളിൽ പോകാനാണ് അതിൻ്റെ എത്രയോ 10 മടങ്ങ് കോസ്റ്റാണ്. സ്വാഭാവികമായും സർക്കാർ ആശുപത്രി, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ ഈ കേരളത്തിലെ ഏറ്റവും നല്ല മെഡിക്കൽ സ്ഥാപനമാണ്. ഏറ്റവും നല്ല മെഡിക്കൽ സ്ഥാപനമാണ്. ഇപ്പോഴും ഏതെല്ലാം ആധുനികവൽക്കരണം മറ്റ് സ്വകാര്യ മേഖലയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിനെ കിടപിടിക്കുന്ന സംവിധാനം ഒരുക്കാൻ സമർത്ഥരായ ഡോക്ടർമാർ നമുക്കുണ്ട്. അതിന് സാമ്പത്തികമായി ഇപ്പോൾ ഇവിടെ ഡോക്ടർ പറഞ്ഞതുപോലെ പിന്നെ മെഡിക്കൽ സ്റ്റാഫിൻ്റെ പരിമിതികളുണ്ട്, ആവശ്യമായ സ്റ്റാഫില്ല, പിന്നെ ആവശ്യമായ സംവിധാനങ്ങളില്ല. ഇപ്പം തന്നെ കാത്ത് ലാബിൽ നിന്ന് അവർ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോയില്ലേ, അവർ സപ്ലൈ ചെയ്ത സാധനങ്ങൾ എടുത്തുകൊണ്ട്. അങ്ങനെ ഒരു ചരിത്രം ഈ കേരളത്തിൽ ഈ മുമ്പ് ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഈ ഗവൺമെൻറ് കാലത്തല്ലാതെ? അതെന്തുകൊണ്ടാണ്? ഈ ഡിപ്പാർട്ട്മെൻറ്റ് പിടിപ്പുകേട് കൊണ്ടാണ്. കാത്ത് ലാബിലേക്ക് വന്ന് അവർ സപ്ലൈ ചെയ്ത സാധനങ്ങൾ 3 മാസം കഴിഞ്ഞിട്ടും അതിൻ്റെ പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞ് ആ സാധനം അവർ എടുത്തുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ മാനക്കേടല്ലേ? നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ ഒന്നാമതാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാൽ മതിയോ? അത് ഒന്നാമതാക്കുന്നതിന് വേണ്ടി അതിന് ഫണ്ട് അലൊക്കേഷൻ കുറവാണ്. സമർത്ഥയായ മന്ത്രിയാണെങ്കിൽ ഞാൻ പറയുന്നു, ക്യാബിനറ്റിൽ ഇത് അവതരിപ്പിച്ച് ഇതിൻ്റെ പൈസ ഇന്ന് കൊടുക്കണം എന്ന് നിർബന്ധപൂർവ്വം ആ മന്ത്രി പറഞ്ഞാൽ കൊടുക്കണം. അതാണ് ക്യാബിനറ്റ് സിസ്റ്റം. അല്ലാതെ അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ എഴുതിക്കൊണ്ടിരിക്കുന്നതിന് താഴെ സീലി വെച്ച് കൊടുക്കുമ്പോൾ അതിന് മേലെ ഒപ്പിടുന്ന ജോലിയല്ല മന്ത്രി ചെയ്യേണ്ടത്. അതായിപ്പോൾ ഇവിടെ നടക്കുന്നത്. അത് ഞാൻ വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കാൻ ആളല്ല, ഞാൻ മന്ത്രിയായിരുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് ഒരു മന്ത്രിയെ ആക്ഷേപിക്കുന്നതിൽ താല്പര്യവുമില്ല. പക്ഷേ ഇവിടെ നടക്കുന്നത് ഇതാണ്. ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഈ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യാൻ കഴിയണം. ആധുനികവൽക്കരണം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെല്ലാം ആവശ്യമുണ്ട് അതിനെക്കുറിച്ച് ആദ്യം ആ വകുപ്പിന് ഒരു ധാരണ ഉണ്ടാകണം. നല്ല സമർത്ഥയായ ഒരു സെക്രട്ടറി വേണം. അവിടെ ഈ ആരോഗ്യ വകുപ്പിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ആരെയെങ്കിലുമൊക്കെ പിടിച്ച് സെക്രട്ടറിമാരാക്കുന്നു. അത് എത്രയോ സമർത്ഥരായ സെക്രട്ടറിമാർ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എത്രയോ പിന്നെ എനിക്ക് നേരിട്ട് അറിയാം. ഞാൻ അവിടെ ആരും പേര് പറയാനൊന്നുമല്ല, എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഞാൻ മനസ്സിലാക്കും. സമർത്ഥനായ ഒരു സെക്രട്ടറി വേണം. ആ സെക്രട്ടറി ആവശ്യമായ ഫണ്ട് കണ്ടെത്തണം. ആ ഫണ്ട് ഇപ്പം കിഫ്ബി എന്നൊക്കെ പറഞ്ഞ് എത്രയോ കോടി രൂപ എന്തിനെല്ലാം ചെലവാക്കുന്നു. അതിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനല്ലേ. ഈ കിഫ്ബി എന്തുകൊണ്ട് ഈ നമ്മുടെ മെഡിക്കൽ കോളേജുകളെല്ലാം അല്ലെ തിയേറ്ററുകളെല്ലാം ആധുനികവൽക്കരിക്കുന്നില്ല? അതിനുവേണ്ടി 10-100 കോടി രൂപ എന്തുകൊണ്ട് മാറ്റിവെക്കുന്നില്ല? അതല്ലേ സാധാരണക്കാരന് ഏറ്റവും കൂടുതൽ പിന്നെ അഭയം തേടുന്ന ഈ ആശുപത്രികൾ ആധുനികവൽക്കരണം ഈ 5 വർഷം എന്ത് ചെയ്തു? ഈ വകുപ്പിന്റെ കീഴിൽ എന്ത് ആധുനികവൽക്കരണം നടന്നു? ഒന്ന് ചൂണ്ടിക്കാണിക്കാമോ? അതെ സബീർ, ഈ പറഞ്ഞതുപോലെ കെട്ടിടങ്ങൾ കെട്ടിയെന്നുള്ള ശരിയായിരിക്കാം, പക്ഷെ ഒറ്റ സ്റ്റാഫിനെ നിയമിച്ചിട്ടില്ല. സബീർ, ഈ പറഞ്ഞതുപോലെ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി മരുന്നുകൾ ലഭ്യമല്ല. അപ്പോൾ കാരുണ്യ ഫാർമസികളിലൊന്നും നമുക്കറിയാം. കാരുണ്യ ഫാർമസികളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ VS ശിവകുമാറൊക്കെ ഇരിക്കുന്ന ആ ഒരു സമയത്ത്, അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്തൊക്കെ ഈ ക്യാൻസറിൻ്റെയൊക്കെ മരുന്നുകൾ ഇപ്പോൾ പുറത്ത് 6000 രൂപ വിലയുള്ളതിനൊക്കെ അവിടെ 600 രൂപയാണ് വില. അത്ര വ്യത്യാസമാണ്. പക്ഷേ ഇപ്പോൾ അതൊന്നും അവിടെ കിട്ടാനില്ല. കുറച്ച് പാരസെറ്റമോളും ഡോളോയും അല്ലെങ്കിൽ റാൻഡാക്കും മാത്രമാണ് അവിടെ ഉള്ളത്. എന്താണ് ഇങ്ങനൊരു അവസ്ഥ? താങ്കൾ പറഞ്ഞത് വസ്തുത വിരുദ്ധമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റാൻഡാക്കും പാരസെറ്റാമോളും ഒക്കെ മാത്രമാണ് കിട്ടുന്നതെന്ന് പറഞ്ഞത് തന്നെ തെറ്റാണ്. കേരള സ്റ്റേറ്റ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി ഏകദേശം 140-ലധികം മരുന്നുകൾ, അതും അനുബന്ധമായിട്ടുള്ള ഏകദേശം 600ഓളം ഉൽപ്പന്നങ്ങൾ മെഡിക്കൽ ഉപകരണങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു മന്ത്രിക്ക് ഒരു വകുപ്പുമായി ബന്ധപ്പെട്ട് അവസാനം നടക്കുന്നൊരു സംഗതിയിലേക്ക് ബന്ധപ്പെടാൻ കഴിയില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. 15 വർഷം കൊല്ലം നഗരത്തെ കേന്ദ്രീകരിച്ച ഒരു MLA ആണ്. പിന്നീട് അദ്ദേഹം 5 വർഷം മന്ത്രിയായിരുന്നു. AK ആൻ്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് തൊഴിൽ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്ന അത്രയും അതെ, അങ്ങനെ അധികം ബില്ലുകളൊക്കെ കൊണ്ടുവന്ന ഒരു വ്യക്തിയും കൂടെയാണ്. അപ്പോഴും നേരത്തെ താങ്കൾ പറഞ്ഞ ഒരു ചോദ്യത്തെ ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. കൊല്ലം താലൂക്ക് ആശുപത്രിയിൽ പോയാൽ
അവിടെ ഒരു സൗകര്യമില്ല. അദ്ദേഹം 15 വർഷം ജില്ലാ ആശുപത്രി, താലൂക്കല്ല, ജില്ലാ ആശുപത്രിയുടെ കാര്യം. ജില്ലാ ആശുപത്രി അവിടെ നിന്നാണ് ആ രോഗിയെ, ഈ വേണു എന്ന് പറയുന്ന ആളെ ഇങ്ങോട്ടേക്ക് റെഫർ ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, അവിടെ ആൻജിയോഗ്രാം ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്? ആൻജിയോഗ്രാം ചെയ്തില്ല എന്നുള്ളൊരു തെറ്റാണല്ലോ നിങ്ങൾ ആരോപിക്കുന്നത്, മാധ്യമങ്ങൾ ആരോപിക്കുന്നത്, പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്തുകൊണ്ട് അവിടെ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതിനെക്കുറിച്ച് അവിടെ അതിനുള്ള സംവിധാനമുണ്ട്. അവിടെ ചെയ്യാത്തത് കൊണ്ടല്ല, അതിനേക്കാൾ എന്തോ തരത്തിലുള്ള ക്രിട്ടിക്കൽ ഈ രോഗിക്കുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ തിരുവനന്തപുരത്തേക്ക് റെഫർ ചെയ്തത്. അപ്പോൾ ആൻജിയോഗ്രാം ചെയ്യാത്തത് കൊണ്ട് രോഗി മരിച്ചുപോയി, അല്ലെങ്കിൽ അത് രോഗം കണ്ടെത്താൻ കഴിയാതെ രോഗി മരിച്ചുപോയി എന്ന് പറയുന്നത് തെറ്റാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 50 പേരെ ചികിത്സിക്കേണ്ടടുത്ത് 5000 പേരെ ചികിത്സിക്കുന്ന ഒരു ആശുപത്രിയാണ്. നമ്മുടെ പൊതുജനാരോഗ്യം വളരെ കെങ്കേമമാണ്, ലോകത്തിൻ്റെ മുന്നിൽ നമ്പർ 1 ആണ് എന്ന് നാം അഭിമാനപ്പെടുമ്പോഴും നമുക്ക് അഭിമാനപ്പെടുമ്പോഴും മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാർ ചികിത്സയ്ക്കായിട്ട് നമ്മളിപ്പോ താങ്കൾ ചികിത്സയ്ക്ക് പോകുന്നിടത്ത് തന്നെ ഞാൻ ചികിത്സയ്ക്ക് പോകണമെന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ലല്ലോ. ഒരു പ്രശ്നം അല്ല, ഇപ്പം ഒരു പ്രസവിക്കാൻ ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്, ഇപ്പൊ SAT ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ വേണ്ടിയും കുട്ടികൾക്കും വേണ്ടി ചികിത്സ നടത്തുന്ന ഹോസ്പിറ്റലിലേക്ക് താങ്കളുടെ കണ്ണ് കാണിക്കാൻ പോകാൻ പറ്റുമോ? അല്ല, അതുപോലെ അല്ല. അതാണ്, ഓരോന്നിനും ഓരോ സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലുകളുണ്ട്. അവിടേക്ക് അതാത് രോഗത്തിന്റെ അതിന്റെ തീവ്രത മനസ്സിലാക്കി ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നതും അന്താരാഷ്ട്ര തലത്തിലുള്ള പിന്നെ നമ്മുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതും തമ്മിൽ തെറ്റൊന്നുമില്ല. പല മുഖ്യമന്ത്രിമാരും വിദേശത്ത് ചികിത്സയ്ക്ക് പോയിട്ടുണ്ട്, പല മന്ത്രിമാരും ചികിത്സയ്ക്ക് പോയിട്ടുണ്ട്. ഇപ്പോഴും നേരത്തെ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അല്ല, ഇത് ആരോഗ്യ കേരളം എന്റെ വീട്ടിലെ ആഹാരം മെച്ചപ്പെട്ടു എന്ന് കരുതി ഞാൻ എന്നും എന്റെ വീട്ടിൽ നിന്ന് തന്നെ ആഹാരം കഴിക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ലല്ലോ. അയൽ വീട്ടിലും കൂടെ പോയി ആഹാരം കഴിച്ചുകൊണ്ട് തെറ്റൊന്നുമില്ല, ആവശ്യം വന്നാൽ. പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞു പരത്തുന്നത് കേരളത്തിലെ ആരോഗ്യരംഗം മുഴുവൻ തകർന്നു തരിപ്പണമായി എന്നാണ്. ഇന്ന് 6 മണിക്കൂർ ആയി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. അദ്ദേഹം അവസാനം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത്, നായയെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും മെഡിക്കൽ കോളേജിൽ രോഗികളെ തിരിഞ്ഞു നോക്കുന്നില്ല. അത്ര ഗതികെട്ട അവസ്ഥയിലാണ് അദ്ദേഹം പറയുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും അഡ്മിറ്റായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടന്നിരിക്കുന്നത് ഒരു അനുഭവത്തെ വെച്ചാണ് നാം വിലയിരുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് കോട്ടയത്ത് ഒരു KSRTC ബസ് ഇടിച്ച് ഒരാൾ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളാരും KSRTC ബസ്സിൽ കയറില്ലേ? അപ്പൊ ഒരു അനുഭവം അതിനെ മുഴുവൻ വിലയിരുത്തരുത്. ഒരു അനുഭവം വെച്ച് കാര്യങ്ങൾ മാത്രമല്ല, അതിനുശേഷം ഈ മരിച്ച സഹോദരനെ കാണാൻ വന്ന ആ സഹോദരനുണ്ടായ അനുഭവം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അവര് കയറ്റിവിട്ടില്ല. ഇങ്ങനെ അല്ലേ, ആ ആശുപത്രിയിൽ പോയി സ്വന്തം സഹോദരൻ അവിടെ മരിച്ചു കിടക്കുന്ന കണ്ടിട്ട് കാണാൻ അനുവദിച്ചില്ല. ഇത് താങ്കൾ പറയുന്നത് കേട്ടാൽ തോന്നും KSRTC ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് ചെന്ന് ചാടി ആത്മഹത്യ ചെയ്തതുപോലെയാണ്. അതുപോലെ അല്ല ഇത് അദ്ദേഹത്തിന് ആക്സിഡന്റിൽ മരണം സംഭവിക്കുന്നത്. ഇത് അങ്ങനെയാണ്. താങ്കൾ പറഞ്ഞതുമായിട്ട് കണക്കൂട്ടുമ്പോൾ അത് അങ്ങനെയാണ് അതിന് വിലയിരുത്തേണ്ടത്. ഇന്ന് മെഡിക്കൽ കോളേജിന്റെ ഒരു പത്രക്കുറിപ്പുണ്ട്, അത് താങ്കളൊന്ന് കൃത്യമായിട്ടൊന്ന് വായിക്കണം. അതിൽ കൃത്യമായ സമയങ്ങൾ പറയുന്നുണ്ട്, അത് കൊടുത്ത ചികിത്സകളെ കുറിച്ച് പറയുന്നുണ്ട്. അവസാനം ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സാധാരണ എത്രയോ രോഗികൾ മരിക്കാറുണ്ട്. രോഗികൾ മരിക്കാത്തൊരു സ്ഥലമാണോ? ഒരിക്കലും അല്ല. രോഗികൾ സ്ഥിരമായി ഇന്നും മരിച്ചിട്ടുണ്ടാവും. പക്ഷെ അതല്ല, ഇവിടെ ചികിത്സ കിട്ടാതെ മരിച്ചു എന്നതാണ്. കിട്ടാതെ മരിച്ചു എന്ന് അദ്ദേഹം പറയുന്നില്ല. ഡോക്ടർ പ്രണവ് എന്ന് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നില്ല. ഡോക്ടറിലേക്ക് ഒന്ന് പോവുകയാണ്. ഡോക്ടർ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഒരുപാട് പേർ ഓരോ ദിവസവും മരിക്കുന്നുണ്ട്, വേണ്ടത്ര ചികിത്സ ലഭിക്കുന്നില്ല. നമുക്കറിയാം, ഈ ആൻജിയോഗ്രാമൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വളരെ എമർജൻസി സിറ്റുവേഷനിലാണ്. നമുക്കറിയാം, ഇപ്പോൾ നെഞ്ചുവേദന വരുമ്പോൾ വളരെ പെട്ടെന്ന് ചികിത്സ ലഭിച്ചാൽ അയാൾക്ക് റിക്കവർ ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ സ്ട്രോക്ക്, ഇത്തരം രോഗങ്ങൾക്ക് വരുമ്പോഴും ഇത്തരം ഒരു ഡിലേ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഈ പറഞ്ഞ പോലെ വസ്തുതകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഇവോൾവിങ് MI, അതായത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയാഘാതമായിരുന്നു പുള്ളിയുടെ ഡയഗ്നോസിസ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ രക്തക്കെട്ട് അലിയിക്കാൻ വേണ്ട ഹെപ്പാരിൻ മുതലായ മരുന്നുകളും സപ്പോർട്ടീവ് കെയറും അവിടെ ഉണ്ടായിരുന്നു. മറ്റ് ആൻജിയോഗ്രാം മുതലായ പരിശോധനകൾക്ക് വേണ്ടി ഒരു കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ്, ഒരു വെയിറ്റിങ്ങിലും കൂടെ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ ഇത്തരത്തിൽ മെഡിക്കൽ ഒപ്പീനിയൻസ് ഇനി സമൂഹവും മാധ്യമങ്ങളും ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുമെന്നാണ് രസകരമായ ഒരു കാര്യം.
കാര്യം എനിക്ക് ഒബ്സർവേഷനായി പറയാനുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം സ്ട്രെങ്തനിങ് ഓഫ് പെരിഫറി. ഈ പറഞ്ഞ ഒരു വസ്തുത എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, എല്ലാ കേസുകളും ഒതുങ്ങുന്നതിലധികം കേസുകൾ ഇപ്പോൾ RCC മെഡിക്കൽ കോളേജ് മുതലായ ടെർഷറി സെൻറ്ററുകളിലേക്ക് റെഫർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് പല കേസുകളും പെരിഫറിയിൽ ടേക്കപ്പ് ചെയ്യുന്നില്ല? അവിടെ നമ്മൾ ക്രിയേറ്റീവായൊരു സജഷൻ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്, പെരിഫറൽ സെൻറ്റേഴ്സ് കുറച്ചുകൂടെ സ്ട്രോങ് ആവുകയും നമുക്ക് ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വരികയും ചെയ്താൽ കുറേ ഈ പറഞ്ഞ പോലെയുള്ള സ്റ്റാഫിംഗ് പാറ്റേണിൻ്റെ ഷോർട്ടേജ്, മറ്റ് പ്രശ്നങ്ങളൊക്കെ നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ, ഒന്ന് ഓവർകം ചെയ്യാൻ പറ്റും എന്നൊരു സജഷൻ കൂടെ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നു. മാത്രമല്ല നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, 1950-കളിലൊക്കെ 40, 45, 47 ആയിരുന്നു നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി, ആയുർദൈർഘ്യം കേരളത്തിൽ. ഇന്ന് 2025 അത് 70-75 കടന്നു എന്ന വസ്തുത കൂടെ നമ്മൾ ഓർമ്മിക്കേണ്ട ആവശ്യമുണ്ട്. ശ്രീ ബാബു ദിവാരൻ, ഈ പറഞ്ഞതുപോലെ താങ്കൾ മന്ത്രിയായിട്ടിരിക്കുന്ന കാലഘട്ടമല്ല ഇപ്പോൾ. നമുക്കറിയാം ഒരുപാട് സാങ്കേതിക സംവിധാനങ്ങൾ വർദ്ധിച്ചു. ഇപ്പോൾ ഹൃദയം കൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ വലിയ വാർത്തകളാണ്. പണ്ട് അതൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. ഇപ്പോൾ എത്ര അവയവങ്ങൾ മാറ്റിവെക്കാവുന്ന അവസ്ഥയിലേക്ക് നമ്മളെത്തി. ആരോഗ്യരംഗത്ത് അത്തരത്തിലുള്ള പുരോഗതികൾ ഉണ്ടാകുമ്പോഴും ഈ പറഞ്ഞതുപോലെ സാധാരണക്കാരിലേക്ക് അല്ലെങ്കിൽ ഇത് എത്തുന്നില്ല, ഈ സിസ്റ്റം എത്തുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരില്ലേ? ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഒരു ആധുനിക കീഹോൾ സർജറി ചെയ്തതിൻ്റെ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വായിക്കാനിടയായി. അതെ, അവർ സമർത്ഥരായ ഡോക്ടർമാരുണ്ട്, അതിനുള്ള സംവിധാനം ഒരുക്കിയാൽ ഈ മെഡിക്കൽ ഇപ്പം മുഖ്യമന്ത്രി പോകുന്ന ചികിത്സയും ഇവിടെ ലഭ്യമാക്കാവുന്നതേ ഉള്ളൂ. മുഖ്യമന്ത്രി അവിടെ പോയി ലഭ്യമാക്കുന്ന ചികിത്സ എന്താണെന്ന് ഞാനിപ്പോൾ ഒരു ഡോക്ടർ അല്ലാത്തതുകൊണ്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ അതിപ്പം മുഖ്യമന്ത്രി അവിടെ പോയി ചികിത്സ ലഭിക്കുന്നതിന് ഞാനെതിരൊന്നുമല്ല. പക്ഷെ അത് ഈ ചികിത്സ ഇവിടെയും ലഭ്യമാക്കാൻ കഴിയും. അതെ, അതിനുള്ള സംവിധാനം, അതിനുള്ള സമർത്ഥരായ ഡോക്ടർമാർ ഇവിടെയുണ്ട്, അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. അത് ആ സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ് ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചോളത്തെ. അതിൽ ഈ സിസ്റ്റം ഫെയിൽ ചെയ്തിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഡോക്ടർ പറഞ്ഞതുപോലെ പെരിഫറൽ സിസ്റ്റത്തിൽ നിന്ന് റെഫറൽ കേസസ് മാത്രം കൈകാര്യം ചെയ്തിരുന്ന ഒരു ആശുപത്രിയാണ് ഇപ്പോഴും. അങ്ങനെയാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. ഈ രോഗി തന്നെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് റെഫർ ചെയ്ത് വന്നതാണ്. ഈ റെഫറൽ സിസ്റ്റം കൊണ്ടുവന്ന് ഞങ്ങളുടെ കാലത്താണ്. ആ റെഫറൽ സെന്റർ ശക്തമാക്കിയതും ഞങ്ങളുടെ ക്യാബിനറ്റിലാണ് ഇതിനെക്കുറിച്ച് വലിയ ഡിസ്കഷൻ നടന്നതാണ്. ഈ പെരിഫറൽ പരമാവധി ഈ ചെറിയ കേസസുകളും മാനേജ് ചെയ്യാൻ കഴിയുന്ന കേസസൊക്കെ പ്രൈമറി ഹെൽത്ത് സെന്ററും താലൂക്ക് ആശുപത്രിയിലും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും ചർച്ച ചെയ്ത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൂടുതൽ വിദഗ്ധ ചികിത്സ വേണം മെഡിക്കൽ കോളേജുകളിലേക്ക് അയക്കാൻ എന്ന സംവിധാനം ഉണ്ടാക്കിയത് ഞങ്ങളുടെ ഭരണകാലത്താണ്. അതാണ് ഡോക്ടർ ചൂണ്ടിക്കാണിച്ച് വളരെ ക്രിയേറ്റീവായിട്ട്. അത് തന്നെയാണ് ഇപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് അങ്ങനെയുള്ള കേസസേ എടുക്കുന്നുള്ളൂ. പക്ഷെ അങ്ങനെ ആയാൽ പോലും മുമ്പേ ഇവിടെ എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ നമുക്ക് ചികിത്സിക്കാൻ കഴിയുന്ന എത്രയോ, ഇപ്പം SIT ആശുപത്രി പ്രസവത്തിൻ്റെ കാര്യം പറഞ്ഞു. അവിടെ എത്ര പ്രസവം നടക്കുന്നത്? ലോകത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന ഒരു ആശുപത്രി SIT ആശുപത്രി. അതിനുള്ള സംവിധാനങ്ങൾ അതിപ്പോ ഈ പറഞ്ഞതുപോലെ ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു ട്രാക്കിലേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ആ ഒരു സിസ്റ്റത്തിലൂടെ അങ്ങ് പോകും. അതില്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അത് മാത്രമല്ല, അപ്ഡേഷൻ വേണം. ആധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ, ഇതിനൊക്കെ ഇപ്പം കീഹോൾ സർജറി ചെയ്യുന്നതിനുള്ള സംവിധാനം നമ്മുടെ എത്ര മെഡിക്കൽ കോളേജിലുണ്ട്? അപ്പോൾ ആ കീഹോൾ സർജറി ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുക എന്ന് പറയുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടി എന്ന് പറയുക, അല്ലെങ്കിൽ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് അതാണ്. ആധുനികവൽക്കരണം ഈ ആശുപത്രികളിലൊക്കെ കൊണ്ടുവരും. അതിന് പൈസ ചിലവുണ്ട്, അതിന് സാമ്പത്തികം കണ്ടെത്തണം. ഇവിടെ ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്കും മറ്റുള്ളവർക്കും പെൻഷൻ കൊടുക്കാനും ഇതിന് മാത്രമേ പൈസയുള്ളൂ. 10,000 കോടി രൂപ ഇപ്പോൾ വിതരണം ചെയ്തു. അതിലൊരു 100 കോടി നമ്മുടെ സർക്കാർ ആശുപത്രി നന്നാക്കാൻ എന്തുകൊണ്ട് ചിലവാക്കുന്നില്ല? അത് വോട്ട് വാങ്ങിക്കാൻ ഇപ്പോൾ പറയുന്ന പോലെ ഞങ്ങൾ പ്രതിപക്ഷക്കാരും അല്ലെങ്കിൽ മീഡിയയും തെരഞ്ഞെടുപ്പ് ഹൈപ്പ് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം കൊണ്ടുവന്ന് 10,000 കോടി എല്ലാവർക്കും കൂടെ വീതിച്ചു കൊടുക്കാൻ പ്രഖ്യാപിക്കുന്ന അതാണോ? ഞങ്ങൾ ഈ ഹൈപ്പ് ഉണ്ടാക്കുന്നതാണോ? ഏതാണ്? ജനങ്ങൾ വിലയിരുത്തട്ടെ ഏതാണ് ശരിയെന്ന്. സബീർ ഈ പറഞ്ഞതുപോലെ ഈ നമുക്കറിയാം ലണ്ടനിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഈ ചികിത്സയ്ക്കും വിദ്യാഭ്യാസത്തിനുമൊക്കെയാണ്. നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഈ പറഞ്ഞതുപോലെ എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സംവിധാനങ്ങൾ നമുക്കുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരു ട്രാക്കിലേക്കാക്കി മാറ്റുക എന്നത് മാത്രമാണ്. അത് ഈ മുൻപുള്ള സർക്കാർ അങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെയാണ് എന്നല്ല. നമ്മൾ ഈ സിസ്റ്റം നന്നാക്കിയാൽ അടുത്ത സർക്കാരിന് ആ ട്രാക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ പെൻഷൻ്റെ കാര്യം തന്നെ പറയുന്നു. ഇപ്പോൾ നിങ്ങളിപ്പോൾ ആദ്യം 1,600 രൂപ എന്നുള്ളത് 2,500 ആക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവസാനം ഇലക്ഷൻ്റെ തലേന്ന് 400 രൂപ കൂട്ടി 2,000 ആക്കി. ഇനിയിപ്പോൾ ചിലപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇതുപോലെ 2,500 ആക്കും. അതിൻ്റെ ബാധ്യത ഏറ്റെടുക്കേണ്ടത് അടുത്ത സർക്കാരാണ്. പക്ഷേ എന്നാലും അത് കൊടുത്തേ പറ്റൂ. പക്ഷേ ആ രീതിയിൽ ഈ സംവിധാനങ്ങളെ ഒന്ന് മാറ്റണമെന്നാണ് ഉദ്ദേശിച്ചത്.
തീർച്ചയായും ബാധ്യത ഏറ്റെടുക്കേണ്ടത് അടുത്ത വരുന്ന സർക്കാർ തന്നെയാണ്. ആ ബാധ്യതയാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. ഉമ്മൻചാണ്ടി സാറ് ഭരണം ഇട്ടേച്ച് പോകുന്ന സമയത്ത് കേരളത്തിൽ ബാധ്യതയായിരുന്ന എത്ര വാർദ്ധക്യകാല പെൻഷനായിരുന്നു, സാമൂഹിക പെൻഷനായിരുന്നു, വിധവാ പെൻഷനായിരുന്നു. അങ്ങനെയൊക്കെ ആ വരുന്ന ബാധ്യതകളെല്ലാം മാറ്റി വീണ്ടും ട്രാക്കിലേക്കാക്കിയ ഒരു സർക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അല്ല, ഉമ്മൻചാണ്ടി സർക്കാർ വർദ്ധിപ്പിച്ചതിന് ശേഷമാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങുന്നത്. 2016 ജനുവരി മാസത്തിലാണ് അതിൻ്റെ വർധനവ് വരുത്തിയിട്ട് അതിനുശേഷമാണ് ഈ പറഞ്ഞ തുകയിലേക്കൊക്കെ വരുന്നത്. പിന്നീടാണ് നിങ്ങൾ വന്നിട്ട് ഇപ്പോൾ 400 രൂപ കൂട്ടിയിരിക്കുന്നത്. ഇതൊരു സ്വാഭാവിക സംവിധാനമാണ്. ഗവൺമെന്റ് പോയി അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ സ്വാഭാവികമായ അതൊരു തുടർച്ചയാണ്. തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് വളരെ കറക്റ്റായി. നിങ്ങൾക്ക് ഒരു 2-3 മാസം കൂടെ കൊടുത്താൽ മതിയല്ലോ. അതെ 2-3 മാസം കൂടെ കൊടുത്താൽ പിന്നെ ഞങ്ങൾ കയറി അത് കൊടുക്കത്തില്ലല്ലോ എന്നുള്ളതാണ് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവായി തുടരാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവും. അത്രയ്ക്കും നല്ല രീതിയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അത് ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഏകദേശം ജനങ്ങളുടെ തീരുമാനങ്ങളൊക്കെ പൊതുവിൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്താണല്ലോ ഇങ്ങനെ 10,000 കോടി കൊടുത്ത് വോട്ട് പിടിക്കുകയാണല്ലോ. ആവശ്യമില്ലാത്ത വികാരങ്ങളൊക്കെ പ്രതിപക്ഷത്തിനുണ്ടാവുന്ന സ്വാഭാവികമാണ്. വീണ്ടും ഒരു പ്രതിപക്ഷത്തിന് ഇരിക്കുക എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തും ഒരു 10,000 കോടി മുടക്കാറുണ്ടായിരുന്നു. ഞങ്ങളും നോക്കിയാണ് പ്രതിപക്ഷത്തെ. എന്തായാലും പ്രതിപക്ഷത്തായിപ്പോയി. അതുകൊണ്ടാണ് ഏതായാലും ഈ പറഞ്ഞതുപോലെ ആ ഒരു സിസ്റ്റം നന്നാക്കണം. അതാണ് നന്നാവണം എന്നുള്ളത് പൊതുവെ നമ്മുടെ എല്ലാവരുടെ ആവശ്യമാണ്. കേരളത്തിലെ ഗവൺമെന്റിനെ മാത്രം ഉയർത്തി പറയുകയല്ല, കേരളത്തിലെ ജനങ്ങൾ ബോധവാന്മാരാണ് പൊതുവിൽ ആരോഗ്യരംഗത്ത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത 6 മാസത്തിലധികം നമ്മുടെ സംസ്ഥാനത്ത് മഴയുണ്ട്. ഈ മഴ കാരണം സാംക്രമികമായ രോഗങ്ങൾ ഒരുപാട് നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മസ്തിഷ്ക ജ്വരം ഉൾപ്പെടുന്ന പുതിയ രോഗങ്ങളിലേക്ക് വരുന്നു. ചില സമയങ്ങളിൽ എല്ലാ വർഷവും ഇപ്പം തുടർച്ചയായി നിപ്പ വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുന്നതിന് അതിൻ്റെ ഒരു രോഗപ്രതിരോധത്തിനായിട്ട് കൂടുതലായിട്ട് കേരളം ഫണ്ട് ചിലവാക്കുന്നുണ്ട്. അത് നമ്മുടെ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, അതുപോലെ വരുന്ന റെഫറൽ ഹോസ്പിറ്റലുകൾ, പിന്നെ ഇതേപോലെ മെഡിക്കൽ കോളേജിൽ, അങ്ങനെ കൂടുതൽ പണം ഈ പനി പോലുള്ള അസുഖങ്ങൾക്ക് വേണ്ടി ചിലവാക്കേണ്ടി വരുന്നൊരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ചുണ്ട്. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ കേരളത്തിൽ അത് കൂടുതലാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, മറ്റു സംസ്ഥാനങ്ങളിൽ അസുഖം വന്നാൽ മെഡിക്കൽ സ്റ്റോറുകളിലേക്കോ അല്ലെങ്കിൽ അവിടുത്തെ വൈദ്യൻ്റെ അടുത്തോ പോയിട്ട് സേവനം തേടുന്നതാണ് പൊതുവിൽ നാം കാണുന്നത്. സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളല്ല, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ. പക്ഷെ കേരളത്തിൽ എന്ത് അസുഖം വന്നാലും ഏതെങ്കിലും ഹോമിയോയോ അല്ലെങ്കിൽ ആയുർവേദമോ അല്ലെങ്കിൽ നമ്മുടെ അലോപ്പതിയോ ആശ്രയിക്കുകയാണ് പതിവ് സാധാരണ. അപ്പം നമുക്ക് കൂടുതലായിട്ട് ജനങ്ങൾക്ക് സേവനം കൊടുക്കേണ്ടി വരും. നമ്മളിപ്പോൾ 3.5 കോടി ജനങ്ങളിൽ ഏകദേശം 3.5 കോടി ജനങ്ങളിൽ ഒരു 2.25 കോടി ജനങ്ങൾക്കും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആളുകളാണ്. അപ്പോൾ അത്രയും ആളുകൾക്ക് പൂർണ്ണതോതിലുള്ള സേവനം കൊടുക്കുന്നതിൽ നമ്മുടെ സംസ്ഥാനത്ത് അതിനുള്ള ഫണ്ട് മുടക്കുന്നതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. കാരണം ആ ഫണ്ടില്ലാത്തത് സർക്കാർ ആരോഗ്യ മേഖലയെ തഴയുന്നത് കൊണ്ടല്ല, പൊതു ഫണ്ടെടുത്ത് ചിലവാക്കുന്നതിൻ്റെ വിഹിതം മാറ്റിവെക്കുന്നതിൽ ചില കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് നമ്മളോട് കാണിക്കുന്ന അസഹിഷ്ണുതാ മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചില ഭാഗങ്ങളിൽ ചില പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെ നമ്മുടെ കാത്ത് ലാബിൻ്റെ ഉപകരണങ്ങൾ തിരിച്ച് ആ കമ്പനി എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയിൽ അവർ കൊടുത്ത സമയം കഴിഞ്ഞിട്ടും പണം അടയ്ക്കാനാകാതെ തിരിച്ചെടുത്തുണ്ട്. അതൊക്കെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. അതിനെയൊന്നും ന്യായീകരിക്കുന്നില്ല. പക്ഷേ കേരളത്തിൽ ഒരു ദൗർഭാഗ്യകരമായ ഒരു മരണം സംഭവിക്കുമ്പോൾ കേരളത്തിലെ സിസ്റ്റം മുഴുവൻ തകരാറിലാണെന്ന് പറയുകയും ഇവിടുത്തെ ഡോക്ടർമാർ രോഗികളെ ചികിത്സിക്കാത്തവരാണെന്ന് പൊതുവിലൊരു ചിത്രമുണ്ടാക്കുകയും അതിന് കാരണം കേരളത്തിലെ ആരോഗ്യ വകുപ്പാണെന്ന് പറയുകയൊക്കെ ചെയ്യുന്ന തരത്തിലേക്ക് നമ്മൾ വളച്ചൊടിച്ചു പോകുമ്പോൾ പൊതുവിൽ ജനങ്ങൾക്കിടയിൽ ഒരു അവമതിപ്പുണ്ടാകും. ആ അവമതിപ്പ് പിന്നെ നമ്മുടെ വന്ദനാദാസിനെ പോലെയുള്ള അല്ലെങ്കിൽ താമരശ്ശേരി ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർക്ക് തലയിൽ വെട്ടേൽക്കുന്ന പോലെയുള്ള അനുഭവങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കും. ഇന്ന് കണ്ട ഒരു മിക്കവാറും ഉള്ള മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന ഈ പിന്നെ വാർത്തയ്ക്ക് താഴെ വന്ന ആളുകൾ ശാപം ചൊരിയുകയാണ്. ഡോക്ടർമാർക്കെതിരായിട്ട് കൊലവിളിയാണ്.
അങ്ങനൊരു സിസ്റ്റത്തിലേക്കും സംസ്കാരത്തിലേക്കും നമ്മൾ പോകാൻ പാടില്ല. അങ്ങനെ പോകുന്നതിനെ ഇവിടുത്തെ മാധ്യമങ്ങൾ അംഗീകരിച്ചു കൊടുക്കാനും പാടില്ല. അങ്ങനെ വന്നാൽ ദൗർഭാഗ്യകരമായ പല സംഭവങ്ങളും നമ്മുടെ പൊതു ആരോഗ്യ രംഗത്തുണ്ടാകും എന്നുള്ളതാണ്. പറഞ്ഞോളൂ അദ്ദേഹത്തിന്റെ ഈ വാദങ്ങൾ. ഇവിടെ ഈ ആരോഗ്യ രംഗത്തിന്റെ ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് ആശുപത്രികളും ഇതും സിസ്റ്റം മാത്രമല്ല. ഇവിടെ ഇപ്പൊ ഈ സാംക്രമിക രോഗങ്ങളെന്നും നമ്മളെപ്പോലെ ഒരു തിക്ലി ഡെൻസിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനം. നമ്മുടെ ഇപ്പൊ ഗ്രാമവും പട്ടണവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അത്രയും തിക്ലി പോപ്പുലേറ്റഡ് ആണ്. അപ്പൊ നമ്മുടെ ശുചിത്വം ഇപ്പൊ ഇവിടെ വേസ്റ്റ് ഡിസ്പോസലിന് എന്തെങ്കിലും സംവിധാനമുണ്ടോ? ഇത്രയും ആളുകളുടെ വേസ്റ്റ് ഡിസ്പോസൽ ഈ സാംക്രമിക രോഗങ്ങൾ വരുന്നതിന്റെ ഒരു പ്രധാന കാരണം അതാണ്. നമുക്ക് ഒരു ശക്തമായ ഒരു ശുചീകരണ സംവിധാനമില്ല. കോർപ്പറേഷനുകളിലായാലും ഇവർ പോലും എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുവന്നെങ്കിൽ വേസ്റ്റ് ഇടുകയാണ്. നമ്മൾ ഈ തിക്കലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനെ വേസ്റ്റ് ഡിസ്പോസലിന്റെ സംവിധാനം ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായി ഇങ്ങനെയുള്ള സാംക്രമിക രോഗങ്ങൾ പുതിയതായി വരും. അത് നമ്മൾ കാണണം. ആരോഗ്യ പരിരക്ഷയുടെ പറഞ്ഞെന്ന് വെച്ചാൽ വെറും ആശുപത്രികൾ സംരക്ഷിക്കുക അത് മാത്രമല്ല, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ആരോഗ്യ സംരക്ഷണം. അത് ഒരു സമഗ്രമായ ഒരു കാഴ്ചപ്പാട് വേണം. ഇതിപ്പം അന്നന്നത്തെ കാര്യം അന്നന്ന് കടത്തിക്കൊണ്ട് പോകുന്ന ഒരു സംവിധാനമാണ്. ഈ 5 വർഷം കൊണ്ട് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അതാണ്. ഇന്നത്തെ പ്രശ്നങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുക. ഇന്ന് പിന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ സ്വാഭാവികമായും ജനങ്ങളുടെ രോഷം ഈ സിസ്റ്റത്തോടാണ്. ഈ ഡോക്ടർമാരെന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. മന്ത്രിമാരോട് അവർക്ക് വിരോധമില്ല. ഡോക്ടർമാരെ അറ്റാക്ക് ചെയ്തെങ്കിൽ നാളെ ഇനി അതിന് മേലോട്ടുള്ളവരെ അവർ അറ്റാക്ക് ചെയ്യുന്നില്ലെന്ന് എങ്ങനെ പറയുന്നു? ഡോക്ടർ പ്രണവ് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ കേരളത്തിൽ കൂടുതൽ കാലം മഴയാണ്. ഇപ്പോഴത്തെ ഒരു പ്രകൃതിയുടെ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിയെ ചൂഷണം ചെയ്തതിൻ്റെ ഫലമായിട്ടൊക്കെ മാധവ് ഗാഡ്ഗിലൊക്കെ വളരെ മുമ്പേ അതിന് സൂചനകൾ തന്നതാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ മഴ വരുമ്പോൾ സ്വാഭാവികമായും ഈ സാംക്രമിക രോഗങ്ങൾ വർദ്ധിക്കും. ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരമടക്കമുള്ള രോഗങ്ങൾ വരുന്നു. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഈ രോഗങ്ങൾ വന്നതിന് ശേഷമാണ് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നത്. അത് ശരിയല്ലേ? പക്ഷേ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റ് പല സംസ്ഥാനങ്ങളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളും അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രിവെൻറ്റീവ് ഹെൽത്ത് മെഡിസിൻ, സാമൂഹിക ആരോഗ്യ പ്രവർത്തനം, കമ്മ്യൂണിറ്റി മെഡിസിൻ എന്നൊക്കെ പറയുന്ന ആ മേഖലയിൽ വളരെ മുമ്പിലാണ് നമ്മുടെ ഇൻഡിസസ് എല്ലാം. അതിൽ പലപ്പോഴും മുൻകൂട്ടി നമ്മൾ പ്രിവെൻഷൻ എടുക്കാനും ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യാനുമുള്ള വ്യഗ്രതയും ഇനീഷ്യേറ്റീവ്സും ഞാൻ കണ്ട് വളർന്ന ഒരാളാണ്, എസ്പെഷ്യലി സർക്കാർ മെഡിക്കൽ കോളേജുകളിലൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ ജോഗ്രഫിക്കലായ പ്രത്യേകതകൾ കൊണ്ട് കേരളത്തിൽ ചില രോഗങ്ങൾ വരാൻ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ സാധ്യത ഉള്ളത് കൊണ്ടും മറ്റും നമ്മൾ കൂടുതൽ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കേണ്ട ഒരു ആവശ്യകതയുണ്ടെന്ന് കൂട്ടിച്ചേർക്കേണ്ടി വരും. അല്ല, ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ കൊറോണ തന്നെ നമ്മൾ വന്ന ആ ഒരു സമയത്ത് നമുക്ക് വളരെയധികം അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു. അന്ന് ലോക്ക്ഡൗൺ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച്. ഇപ്പോഴും കൊറോണ വ്യാപകമായി തന്നെ ഉണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് നമ്മളെടുത്ത ഈ ഒരു പ്രിക്കോഷൻസ് കൊണ്ട് കൃത്യമായി അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ വാക്സിൻ ആണെങ്കിൽ പോലും അതിന് പല പോരായ്മകൾ പറയുന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ അത്തരം സംവിധാനങ്ങളെ ഏത് രീതിയിൽ ഫലപ്രദമായി നേരിടാൻ കഴിയും? ഇവിടെ പലപ്പോഴും നമ്മൾ ആ ഒരു പൊട്ടിപ്പുറപ്പെടുന്നൊരു വൈറസ് അല്ലെങ്കിൽ ആ വൈറസിൻ്റെ രോഗവ്യാപ്തി അതായിരിക്കാം പലപ്പോഴും മരണകാരണം, അല്ലെങ്കിൽ ഇത്രയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് ആ ഡിസീസ് തന്നെ ആയിരിക്കാം. എത്ര എഫക്റ്റീവ് മെഷേഴ്സ് എടുത്താലും ഒരു പക്ഷേ അതൊക്കെ മറികടന്ന് ഈ പറഞ്ഞ രോഗം ഉണ്ടാക്കുന്ന പാത്തോജൻസ് അതിൻ്റെ പ്രവൃത്തി ചെയ്തെന്നിരിക്കാം. അപ്പോൾ ഇപ്പോഴും മലയാളി ചിന്തിക്കുന്നത് ഒരുപക്ഷെ പബ്ലിക് ഹെൽത്ത് ലിറ്ററസിയുടെ ഒരു കുറവ് കൊണ്ടാവാം. മരുന്നിൻ്റെ ഇഫക്റ്റിനേക്കാൾ ചിന്തിക്കുന്നത് നമ്മൾ മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റിനോടാണെന്നൊക്കെ തമാശയ്ക്ക് പറയുന്നത് പോലെ ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ബയാസ് നമുക്ക് സിസ്റ്റത്തോടുണ്ട്. സിസ്റ്റം 100% പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഡോക്ടർമാർ മാത്രമാണ് മരണം പിടിച്ചു നിർത്തേണ്ടവർ എന്ന രീതിയിലുള്ള നെറേറ്റീവ്സും എക്സ്പീരിയൻസസും വരുമ്പോൾ തീർച്ചയായിട്ടും പബ്ലിക്കിൻ്റെ ആങ്കർ അത് ഡോക്ടർമാർക്കും ഈ സിസ്റ്റത്തിനും എതിരെ തിരിഞ്ഞ് നമ്മുടെ സിസ്റ്റത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു രീതിയിലേക്ക് വളരരുത് എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാം. ശരി, സബീർ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ആദ്യത്തെ നിങ്ങളെപ്പോഴും പറയും നമ്മൾ രണ്ടാം പിണറായി സർക്കാരിനെ വിമർശിക്കുന്നത്. ആദ്യത്തെ പിണറായി സർക്കാരിലെ ആരോഗ്യമന്ത്രി കെ ശൈലജ വളരെ ഫലപ്രദമായി അതിനെ നേരിട്ടു. പക്ഷേ അത് മുഖ്യമന്ത്രിക്കും മുകളിലേക്ക് വരുന്നു. അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ ശൈലജ ടീച്ചർ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ വലിയ ഹൈപ്പ് ഉണ്ടായപ്പോൾ അത് പിടിച്ചു മാറ്റിയിട്ട് മുഖ്യമന്ത്രി അവിടെ വന്നിരുന്ന് പിന്നീട് അവരെ തകർക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം തകർത്ത് ഇപ്പോൾ അവസാനം ലോക്സഭാ സീറ്റിൽ വന്ന് അവിടെയും പരാജയപ്പെട്ട് ഒന്നുമല്ലാതായി തീർന്നു. ഇപ്പോൾ അതിൽ ഖേദം തോന്നുന്നുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ സാധാരണ മുന്നണികളെ പോലെ അല്ലല്ലോ. CPM എന്ന് പറയുന്ന പാർട്ടിയും ഒരു പ്രത്യേക സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അവിടെ പാർട്ടിക്കാണ് പ്രസക്തി, വ്യക്തികൾക്കല്ല.
പാർട്ടി തീരുമാനിക്കുന്നു, അത് പക്ഷെ വ്യക്തികളുടെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അതില്ല. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ നമ്മുടെ ചില സ്ട്രാറ്റജി നിലനിർത്തി തന്നെ മുന്നോട്ട് പോകണം. ചില കാര്യങ്ങളിൽ കുശാഗ്ര ബുദ്ധികൾ ആവശ്യമുള്ള സമയത്ത് അത് ഉപയോഗിക്കണം. അത് പൊളിറ്റിക്സിലായാലും വ്യക്തി ജീവിതത്തിലായാലും. പക്ഷെ ജനറൽ സെക്രട്ടറിക്ക് പോലും ഇങ്ങനൊരു അവസ്ഥ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. കുശാഗ്ര ബുദ്ധി കുരുട്ട് ബുദ്ധി എന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല, കുശാഗ്ര ബുദ്ധി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ കൃത്യമായ ചില നിബന്ധനകൾ ഇടതുപക്ഷത്തിന് ഉള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിച്ചത്. അല്ലാതെ ആരെയും ഒതുക്കാനോ ആരെങ്കിലും അപഹസിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും മൂലയ്ക്കിരുത്താനോ ഒന്നും ഇടതുപക്ഷം അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാറില്ല. സാധാരണഗതിയിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. എല്ലാ തെരഞ്ഞെടുപ്പും നിർണായകമാണ് എന്നതിനേക്കാൾ ഉപരി ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ കൂടുതൽ നിർണായകമാണ്. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷം നിലനിർത്തി പോകുന്ന അല്ലെങ്കിൽ നടത്തി വന്നുകൊണ്ടിരിക്കുന്ന ചില വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാൻ ഇനിയും ഒരു 5 വർഷം കൂടി കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനം, അതേപോലെ റെയിൽ, അതേപോലെ നമ്മുടെ ആരോഗ്യരംഗം, വിദ്യാഭ്യാസം, അതിലൊക്കെ തുടർച്ച വരണമെങ്കിൽ ഒരു ഇടതുപക്ഷ സർക്കാർ മൂന്നാമത് വീണ്ടും അധികാരത്തിൽ വരണം. ആ രീതിയിലേക്ക് കാര്യങ്ങൾ ജനങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളിങ്ങനെ ചില വാർത്തകൾ കൊണ്ടുവന്ന് സർക്കാരിനെ അപഹസിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് തീർച്ചയായിട്ടും ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും മാധ്യമരംഗത്തുണ്ടാകാൻ സാധ്യതയില്ല. ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ ഒരാളുടെ ദൗർഭാഗ്യ മരണം, അതിനെ ഒഴിവാക്കപ്പെടേണ്ട അവസ്ഥയുണ്ടായിരുന്നെങ്കിൽ ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു. അതിനെ നമ്മൾ ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല. യെസ്, ശ്രീ ബാബു ദിവാരൻ, ഈ ഞാനിവിടെ നിങ്ങൾ ബിനുവിടെ പഴയ ആരോഗ്യമന്ത്രിയെ കുറിച്ച് ഒരു താരതമ്യം ഞാൻ മനസ്സിലാക്കുന്നത് അതല്ല. ഇവിടെ ഈ CPM-ന്റെ ഇടതുമുന്നണിയുടെ സിസ്റ്റം അനുസരിച്ച് മന്ത്രിമാരെ സപ്പോർട്ടിംഗ് ആയിട്ട് കുറച്ച് സ്റ്റാഫിനെ അവർ കൊടുക്കും. അതെ, ശൈലജ ടീച്ചർക്ക് ഉണ്ടായത് ആ സപ്പോർട്ടിംഗ് സ്റ്റാഫ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരുന്നു, കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി. അത് ഒരു ഇനിഷ്യേറ്റീവ് മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. പക്ഷേ ശൈലജ ടീച്ചറിന്റെ ഒരു പാർട്ടി പൊസിഷൻ അല്ല നിർഭാഗ്യവശാൽ വീണ ജോർജിന് ആ പാർട്ടിയിലുള്ളത്. അതിൻ്റെതായ പോരായ്മകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ വ്യക്തിപരമായി ഞാൻ മനസ്സിലാക്കിയത്. വീണ ജോർജ് മാഡത്തിൻ്റെ കൂടെ അവർക്ക് സപ്പോർട്ടിംഗ് സ്റ്റാഫായിട്ട് കൊടുത്തിരിക്കുന്നവർ എഫക്റ്റീവ് അല്ല. ശൈലജ ടീച്ചർക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായി പ്രവർത്തിക്കാൻ കഴിഞ്ഞത് അവരുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് അവർ കുറച്ചുകൂടെ എഫക്റ്റീവായിരുന്നു. കുറെ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ കൊണ്ട് കുറെ ഇനിഷ്യേറ്റീവ് എടുപ്പിക്കാൻ കഴിഞ്ഞു. ഇപ്പോഴത്തെ സ്റ്റാഫിന് ഒട്ടും കഴിയുന്നില്ല. അതിന് അവിടെ മുമ്പേ എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ അവിടെ CPM-ന്റെ ആ സംവിധാനത്തിനൊക്കെ ഒരു പ്രത്യേകമാണ്. ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ കൂടെ ആര് സെലക്ട് ചെയ്യുന്നതൊക്കെ ഞങ്ങൾ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ആരായിരിക്കണം ഞങ്ങളുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫ്, എഫക്റ്റീവ് സപ്പോർട്ടിംഗ് സ്റ്റാഫിനെ ഞങ്ങൾ പാർട്ടി നോക്കിയൊന്നും അല്ല എടുക്കുന്നത്. അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റിയാണ് നോക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ആ പാർട്ടി കൂറാണ് ആദ്യം നോക്കുന്നത്. പാർട്ടിയോട് കൂറ് പുലർത്താനും പാർട്ടി പറയുന്ന അനുസരിക്കുന്ന ആളുകളെ സപ്പോർട്ടിംഗ് സ്റ്റാഫിന് വെക്കും. അവർ എഫക്റ്റീവ് ആവണമെന്നില്ല. അവർ പാർട്ടിയോട് കൂടുതൽ കൂറ് കാണിക്കും. അവർ പാർട്ടി പറയുന്നതെല്ലാം ചെയ്യും. അതല്ലല്ലോ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പാർട്ടി പറയുന്നത് മാത്രം ചെയ്യാനല്ലല്ലോ. അഡ്മിനിസ്ട്രേഷൻ വരുന്ന പ്രശ്നങ്ങളെ അവലോകനം ചെയ്യാനും അത് അവഗണിച്ച് അതിനാവശ്യമായ നടപടിയെടുക്കുകയും അതിന് മന്ത്രിയെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നതാണ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് ചെയ്യേണ്ടത്. ജോർജിന്റെ മാഡത്തിന്റെ കൂടെ ഉള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ അതിൽ ടോട്ടൽ ഫെയിലിയർ ആണ്. അതാണ് ഇത് സംഭവിച്ചത്. കാരണം ഈ പറഞ്ഞതുപോലെ ഒരുപാട് മെച്ചപ്പെട്ട് വന്നാലും മന്ത്രിയെ വരുന്ന ഇൻഡിവിജ്വൽ അല്ല. ഒരു മന്ത്രിയെ ഇൻഡിവിജ്വൽ ആയിട്ട് ഒന്നും ചെയ്യാൻ ഒക്കില്ല ഒരു സിസ്റ്റത്തിൽ. ഞാൻ 5 വർഷം മന്ത്രിയായിരുന്നാണ്. ഞാനൊരു മന്ത്രി മാത്രം വിചാരിച്ചാൽ ഈ സിസ്റ്റം ഒന്നും ഒരു ചുക്കും ചെയ്യാൻ ഒക്കില്ല. അപ്പൊ നമ്മുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫ്, നമ്മുടെ സെക്രട്ടറി, അതിന്റെ സംവിധാനങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ്, ഇതെല്ലാം കാര്യക്ഷമമായി പ്രവർത്തിച്ചെങ്കിൽ പാർട്ടി അതിനൊപ്പം നിൽക്കണം. ഇതിപ്പോ മുഖ്യമന്ത്രി നോക്കുന്നത് തനിക്ക് മുകളിൽ വളരാൻ പാടില്ല, ആ ഒരു സിസ്റ്റം കൂടി നോക്കും. അതാണ് പ്രശ്നം. ഏതായാലും ആരോഗ്യ കേരളം വെന്റിലേറ്ററിൽ കൊല്ലം പന്മന സ്വദേശി വേണുവിൻ്റെ മരണത്തിന് കാരണം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അനാസ്ഥയെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. വേണുവിന് ആവശ്യമായ ചികിത്സ നൽകിയില്ല. അദ്ദേഹത്തിൻ്റെ ശബ്ദ സംരക്ഷണം ഉൾപ്പെടെ പുറത്തു വന്നു സുഹൃത്തിനയച്ച. അപ്പോൾ ഏതായാലും ഈ ചർച്ചയാണ് ഇന്ന് ജീവനെടുക്കുന്ന സിസ്റ്റം എന്ന വിഷയമാണ് ഇന്ന് ഡിബേറ്റ് 360 പരിശോധിച്ചത്. ഇന്ന് ഈ ചർച്ചയിൽ എന്നോടൊപ്പം പങ്കെടുത്തത് UDF പ്രതിനിധിയായിട്ടുള്ള മുൻ മന്ത്രിയും RSP നേതാവുമായ ബാബു ദിവാരനായിരുന്നു. അതോടൊപ്പം LDF പ്രതിനിധി സബീർ തൊളിക്കുഴി, ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ പ്രണവ്. എല്ലാവർക്കും നന്ദി. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.